താങ്ക് യു. ഇന്ന് പതിവിലേറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. എനിക്കെന്നല്ല, നമുക്ക് എല്ലാവർക്കും ആ സന്തോഷം ഇവിടെ പ്രകടമായിട്ട് കാണാനുമുണ്ട് അല്ലെ? പ്രത്യക്ഷത്തിൽ ഇപ്പൊ 79 പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പില്. അതിന് കാരണം എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് MCA അല്ല, എന്നെ അല്ല, നമ്മളുടെ പ്രിയങ്കരനായ MBR സാറിനെയാണ്. പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു ഊഹത്തിൽ ഞാൻ എന്റെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അലി മുഹമ്മദ്. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിൽ 3 വർഷത്തോളമായി വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചു ഇപ്പൊ തന്നെ അല്ലെ, നമുക്ക് ജഗദീശ്വരനോട് നമുക്ക് ആയുസ്സും നമ്മൾ ഈ അവസരവും തന്ന ജഗദീശ്വരനോട്. തീർച്ചയായിട്ടും ഈ ഓഡിറ്റോറിയം ഒരു വലിയ അവസരം തന്നെയാണ്. അത് ലഭിച്ചതൊരു മഹാഭാഗ്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ഇവിടെ ഇപ്പോ ആകാംക്ഷയോടെ സന്നിഹിതരായിരിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. MBR സാറിനെ കുറിച്ച് ഞാനിപ്പോ സൂചിപ്പിച്ചു. MBR സാറിനെ കുറിച്ച് അധികം പറയേണ്ടതില്ല, വളരെ സുപരിചിതനാണ്. ഇതിനു മുമ്പ് പലവട്ടം നമുക്ക് ക്ലാസ് തന്നിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയത്തെ കുറിച്ച് വളരെ ഗാഢമായിട്ട് പഠിച്ച് നല്ല അവഗാഹമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. എറണാകുളം ജില്ലയിലെ വൈപ്പിങ്കര സ്വദേശിയാണ്. ഈ ഓഡിറ്റോറിയത്തെ കുറിച്ച് എന്ന് പറയുമ്പോൾ കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ എല്ലാ പ്രോഡക്റ്റുകളെ കുറിച്ചും, പലപ്പോഴും ഈ മോർഫോറിനെ കുറിച്ചും അൾട്രാവെയറിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ നിവൃത്തിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വേനൽ മഴ പോലെ വളരെ ആശ്വാസകരമായ രീതിയിൽ, വളരെ എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നമ്മൾ ശ്രവിക്കാറ്. വളരെ ഒട്ടും തന്നെ ഒരു ഇതില്ലാതെ, ഇടതടവില്ലാതെ ഒഴുകുന്ന ഒരു അരുവി പോലെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വിജ്ഞാനം നമുക്ക് പകർന്നു തരുന്നത്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. എല്ലാ വിജയങ്ങളും നേരുന്നു അദ്ദേഹത്തിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉണർത്തുകയാണ്. കഴിയുന്നവരൊക്കെ തന്നെ ക്യാമറ ഓൺ ചെയ്തിരിക്കുക. അതേപോലെ ഓൺ ചെയ്തിരിക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവർ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കുക. വളരെ ഡീസന്റ് ആയിട്ടുള്ള രീതിയിൽ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും. അതല്ലാത്ത പക്ഷം ക്യാമറ ഓൺ ആക്കാതിരിക്കുക. അതുപോലെ മൈക്ക് അൺമ്യൂട്ട് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പറയുന്നത് കൊണ്ട് ഒട്ടും തന്നെ വിഷമം തോന്നില്ലെന്ന് വിശ്വസിക്കുന്നു. ഒരു MC എന്നുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണർത്തുക മാത്രമാണ്. എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേര് നമ്മളുടെ ഈ ഗ്രൂപ്പിൽ ഉണ്ട് എന്നും ഇന്നും. അപ്പൊ അവരെ ഞാൻ വിസ്മരിച്ചിട്ടല്ല, പക്ഷെ മറ്റുള്ളവരൊന്ന് ഉണർത്തുകയാണ്. കൂട്ടത്തിലൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മളെ പേരെഴുതാത്ത സുഹൃത്തുക്കൾ പേരെഴുതണം സൂമിൽ കയറുമ്പോൾ എന്നുള്ള കാര്യം കൂടി ഒന്ന് ഉണർത്തുകയാണ്. ഇനി കൂടുതൽ ഞാൻ ഒന്നും നീട്ടുന്നില്ല. വളരെ ആദരവോടെ, വളരെ ആകാംക്ഷയോടെ, സ്നേഹത്തോടെ നമ്മുടെ MBR സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഓവർ ടു യു സർ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ മീറ്റിംഗിന്റെ MC ആയിട്ടുള്ള അലി മുഹമ്മദ് സാറ്, നമ്മളെ പ്രിയങ്കരനായ മനോജ് സാറ്, ബെന്നിസ് ജോസഫ് സാറ്, മറ്റെല്ലാ സീനിയേഴ്സിനെയും എൻ്റെ എല്ലാ സീനിയേഴ്സിനെയും അനുഗ്രഹം ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാ ഈ ഓഡിറ്റോറിയം സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഏറെ സുപരിചിതനായ ഒരു വ്യക്തി തന്നെയാണ്. പേര് രാമേന്ദ്രൻ, വീട് ഞാറക്കയാണ്. ഈ ഓഡിറ്റോറിയത്തിന്റെ മാഗ്നറ്റ് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യ സംബന്ധമായ നല്ല റിസൾട്ട് കിട്ടി ഒരു ജീവിതം തിരിച്ച് പിടിച്ചൊരു വ്യക്തിയാണ്. ഇതിപ്പോ ഒരു ചാരിറ്റി എന്നുള്ള രീതിയിൽ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓഡിറ്റോറിയത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് കണ്ട്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യം, ഞങ്ങള് 100 കിടക്കകൾ കൂടി നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ സജ്ജീകരിച്ചിരിക്കുന്നു.
ഒരു ഹോസ്പിറ്റലിന്റെ പരസ്യമാണ്, ഒരു പട്ടുകൂറ്റൻ ബോർഡാണ്. അതിന്റെ പ്രധാന വാചകം, നിങ്ങൾക്ക് വേണ്ടി 100 കിടക്കകൾ കൂടി ഞങ്ങൾ കൂടുതലായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അവർക്ക് 100 കിടക്കകൾ കൂടി കൂടുതലായിട്ട് അവരുടെ ഹോസ്പിറ്റലിൽ സജ്ജീകരിക്കേണ്ടി വന്നത് പൊതുജനങ്ങളായ നമുക്ക് നമ്മളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധയും താല്പര്യവും ഇല്ലാത്തത് കൊണ്ടാണ്. ആരോഗ്യ പരിപാലനമാണ് ഏറ്റവും വലിയ ആരോഗ്യം. ഇത് എഴുതിയിരിക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റിയാണ്. കളമശ്ശേരിയിലാണ് ഈ കൂറ്റൻ ബോർഡ് ഉള്ളത്. അപ്പൊ അതിൽ പറയുന്നത് നമുക്ക് ആരോഗ്യത്തിൽ ശ്രദ്ധയില്ല, അതുകൊണ്ടാണ് ഹോസ്പിറ്റലിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്, കിടക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് സ്വയം പരിപാലനമാണ് ഏറ്റവും നല്ല ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളുടെ ആരോഗ്യത്തെ പരിപാലിക്കാനായിട്ട് നമുക്ക് സാധിക്കൂ. ഈ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരാളും നമുക്ക് പറഞ്ഞു തരുന്നില്ല. ആയുഷ് മന്ത്രാലയം പറഞ്ഞു തരുന്നില്ല, പിന്നെ ആരോഗ്യ വകുപ്പുണ്ട്, അവർ പറഞ്ഞു തരുന്നില്ല, മാതാപിതാക്കൾ പറഞ്ഞു തരുന്നില്ല, ഗുരുജനങ്ങൾ പറഞ്ഞു തരുന്നില്ല. അപ്പൊ ആരോഗ്യ സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ ഈ 1 മണിക്കൂർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ രാധാകൃഷ്ണ സാർ പറയുന്നത് 99.9% ആരോഗ്യ പ്രശ്നങ്ങളുടെയും കാരണം ബ്ലഡ് സർക്കുലേഷൻ ക്രമമല്ലാത്തതുകൊണ്ട്, കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് മനുഷ്യരാശിക്ക് 99.9% രോഗങ്ങൾ വരുന്നത്. ഈ 2 കാരണങ്ങൾക്ക് ഇന്ന് വരെ ഒരു മരുന്നും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഈ ബയോട്ടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഈ 2 പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഈ 2 പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാനും കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാനും ഈ ബയോട്ടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 99.9% ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. പിന്നെ സാധ്യതയുള്ള ഒരു അസുഖം എന്ന് പറഞ്ഞാൽ കൊറോണ പോലുള്ള വൈറസുകളുടെ അറ്റാക്കാണ്. ഒരുപക്ഷെ കൊറോണയുടെ ചേട്ടന് ലോകം മുഴുവൻ കാത്തിരിപ്പുണ്ട്. എന്തുമാത്രം മനുഷ്യരാശി ആ സമയത്ത് മരിച്ചു പോകുമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഡോക്ടർ രാധാകൃഷ്ണൻ സാർ പറയുന്നത്, പ്രതിരോധ സംവിധാനം ഉണർത്താൻ സാധിക്കണമെങ്കിൽ, മനുഷ്യന്റെ പ്രതിരോധ സംവിധാനം ഉണർത്താൻ സാധിക്കണമെങ്കിൽ ഏത് വൈറസിനെയും അറ്റാക്ക് ചെയ്യാനായിട്ട് മനുഷ്യ ശരീരത്തിന് കഴിവുണ്ട്. ആ പ്രതിരോധ സംവിധാനം ഉണർത്താനായിട്ട് ഈ ബയോട്ടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 100% ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധർ ആധികാരികമായിട്ട് തന്നെ ഈ ബയോട്ടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. ഇന്ന് നമുക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ കാണാം, ആയിരക്കണക്കിന് ഡോക്ടേഴ്സ് ഈ ഉൽപ്പന്നം വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതും റെക്കമെൻഡ് ചെയ്യുന്നതും നമ്മളുടെ ഗ്രൂപ്പിലെ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലുള്ള പ്രമുഖരായ എല്ലാവരും തന്നെ, കേന്ദ്രമന്ത്രിമാര്, സംസ്ഥാന മുഖ്യമന്ത്രിമാര്, സംസ്ഥാന മന്ത്രിമാര്, സാമൂഹ്യ പ്രവർത്തകര്, അങ്ങനെ സമൂഹത്തിലെ ഉന്നതന്മാരെല്ലാവരും തന്നെ ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന മനോഹരമായ ചിത്രം നമുക്ക് നമ്മളുടെ ഗ്രൂപ്പിലൂടെ കാണാൻ സാധിക്കും. സാധാരണ രീതിയിൽ ഒരു മുഖ്യമന്ത്രി ഈ ഉൽപ്പന്നം വാങ്ങിക്കണമെങ്കിൽ, ഉപയോഗിക്കണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കടന്നു പോകണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ അദ്ദേഹം ആ ഉൽപ്പന്നം വാങ്ങിക്കുന്ന മനോഹരമായ ചിത്രം ഗ്രൂപ്പിൽ പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നം 100% സക്സസ് ആയതുകൊണ്ടും 100% നിയമാനുസൃതമായതുകൊണ്ട് മാത്രമാണ് ആ രീതിയിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ബയോട്ടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് കുറെ നീട്ടിയാണ് കൊണ്ടുപോകുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ദിവസം ചെല്ലും തോറും ഈ ബയോട്ടോറിയത്തിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഈ കമ്പനി ഈ ബയോട്ടോറിയം എന്നാണ് കമ്പനിയുടെ പേര്. ബോംബെ ആസ്ഥാനമായ കമ്പനിയാണ്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സാഗർ ജോഷി സാറാണ്. അദ്ദേഹം നാനോ ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു മാർവാടിയാണ്. മാർവാടികളുടെ പ്രത്യേകത നമുക്കറിയാം.
കാരണം വരാൻ പോകുന്ന ബിസിനസിന്റെ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ലോകത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ബിസിനസ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ മാഗ്നറ്റ് തെറാപ്പി സംബന്ധമായ ഉൽപ്പന്നങ്ങളാണെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി മനസ്സിലാക്കി തന്നെയാണ് മാഗ്നറ്റ് തെറാപ്പിയിലെ ഡോക്ടറേറ്റ് എടുത്ത്, നാനോ ടെക്നോളജിയിലെ ഡോക്ടറേറ്റ് എടുത്ത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടിയാണ്. ഏതാണ്ട് 18 വർഷം മുമ്പ് 2008 ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു കൊച്ചു കമ്പനി പിറവി കൊണ്ടത്. ഏതാണ്ട് 15,000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ഒരു നിർമ്മാണശാല, ഒരു ഓഫീസാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഒരു ഉൽപ്പന്നം പോലും അദ്ദേഹം വിറ്റഴിച്ചിരുന്നില്ല. ഏതാണ്ട് 23ഓളം രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നം വിറ്റഴിച്ച് ഡോളർ സമ്പാദിക്കുന്ന ഒരു ജോലിയിലായിരുന്നു അദ്ദേഹം ഏർപ്പെട്ടിരുന്നത്. കാരണം അത്രയും ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നമായിരുന്നു. നമുക്കറിയാം, സ്വദേശത്തേക്ക് വിറ്റഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ മാനദണ്ഡങ്ങളൊന്നും നോക്കണ്ട. പക്ഷെ ഒരു മെഡിക്കൽ ഉൽപ്പന്നം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിൽ 100% ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നമായിരിക്കണം. ഒരുപാട് കടമ്പകളിലൂടെ കടന്നു പോകണം. അത്രയും ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നമായതുകൊണ്ടാണ് 23ഓളം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അങ്ങനെയാണ് ആദ്യത്തെ ഏതാണ്ട് 12 വർഷങ്ങൾ, ഏതാണ്ട് 2008 തുടങ്ങി 2020 വരെയുള്ള 12 വർഷങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചത്. പക്ഷെ 2020 കൊറോണ വന്ന്, നല്ലതിന് ചീത്തയോ എന്തോ ആയിക്കോട്ടെ, ലോകം മുഴുവനും കിടുങ്ങി വിറച്ച് ആളുകളെല്ലാം വീടിന്റെ അകത്തളങ്ങളിലായി. ലോകം അടച്ചിട്ട് ഒരു സ്ഥാപനം പോലും തുറക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഉൽപ്പന്നം ഇന്ത്യയിൽ വിറ്റഴിക്കാൻ തുടങ്ങിയത്. അത് കൊറോണ താണ്ഡവമാടിയ 2ാം തരംഗത്തിലാണ്. ജനങ്ങൾ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആകെയുള്ളൊരു പ്രതിവിധി ഓക്സിജൻ സിലിണ്ടറാണ്. ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി നെട്ടുവട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടാറ്റ പോലുള്ള കുത്തക കമ്പനികൾ താൽക്കാലികമായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. വിദേശത്ത് നിന്ന് കിട്ടാവുന്ന അത്രയും ഓക്സിജൻ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ആകെയുള്ള ഒരു മരുന്ന് ഓക്സിജൻ മാത്രമാണ്. ഓക്സിജൻ കിട്ടുന്ന ജനങ്ങൾക്ക് മാത്രമേ ജീവൻ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുള്ളൂ. മറ്റെല്ലാവരും തന്നെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബയോട്ടോറിയത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സാഗർ ജോഷി ആയുഷ് മന്ത്രാലയത്തിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും ആരോഗ്യ വകുപ്പിനോടും പറഞ്ഞ് ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ തന്നെ കൊറോണ രോഗികളെ സംരക്ഷിക്കാനായിട്ട്, മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ കാന്ത ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ കൊറോണ രോഗികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ തന്നെ കുറഞ്ഞ ദിവസം കൊണ്ട് അവർക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് പരീക്ഷിക്കാനായിട്ട്, കാരണം മറ്റൊരു മാർഗവും ഇല്ലാത്ത സർക്കാർ അത് പരീക്ഷിക്കാനായിട്ട് തയ്യാറായി. ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ, ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും 1000ഓളം രോഗികളിൽ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ തന്നെ എല്ലാ രോഗികൾക്കും കുറഞ്ഞ സമയം കൊണ്ട് ആരോഗ്യത്തോടുകൂടി വീടുകളിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ച് കൊറോണ യോദ്ധ അവാർഡ് കൊടുത്തുകൊണ്ട് ഈ ഉൽപ്പന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുകയാണ് ചെയ്തത്, പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ന് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അത് കാന്ത ചികിത്സ എന്നുള്ള ആ ഒരു ചികിത്സാ വിഭാഗം ആയുഷ് മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ്. ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഒരു ചികിത്സാ സമ്പ്രദായമാണ്. കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് നമ്മൾ ജനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഗുണമേന്മയുള്ള, അത്രയും അമൂല്യമായ ഉൽപ്പന്നമാണ്. ഇപ്പൊ 2020 ഒക്ടോബറിലെ കൊറോണ 2ാം തരംഗം മൂലമാണ് ഈ ഉൽപ്പന്നം ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അപ്പൊ കൊറോണയ്ക്ക് ശേഷം ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലസിൽ നിന്ന് വെൽനസിലേക്ക് മാറി. ഇല്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് നല്ല ഹോസ്പിറ്റലുണ്ട്, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുണ്ട്, 7 സ്റ്റാർ ഹോസ്പിറ്റലുണ്ട്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാരുണ്ട്, നല്ല മരുന്നുകളുണ്ട്, നല്ല ചികിത്സാ സമ്പ്രദായമുണ്ട്. പേടിക്കാൻ ഒന്നുമില്ല. പണം എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. പണം ചെലവാക്കിയാൽ ആരോഗ്യത്തിലൂടെ തിരിച്ചു വരാം എന്നൊരു അന്ധവിശ്വാസം 2020 വരെ, കൊറോണ വരെ ലോകത്തിലുണ്ടായിരുന്നു. പക്ഷെ 2020 കൊറോണ താണ്ഡവമാടിയപ്പോൾ തന്റെ കയ്യിലുള്ള പണം ഒന്നുമല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. ജീവനാണ് ഏറ്റവും വിലപ്പെട്ടത്. പണത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു വൈറസിന് പോലും ജനലക്ഷങ്ങളെ കൊന്നുകൊടുക്കാൻ സാധിക്കുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അതിനുശേഷം വന്നൊരു ട്രെൻഡാണ് വെൽനസ് എന്ന് പറഞ്ഞ ട്രെൻഡ്. കാരണം രോഗം വരാതെ ആരോഗ്യം പരിപാലിച്ച്
ആരോഗ്യത്തോടുകൂടി ഈശ്വരൻ തന്ന ആയുസ് ഒടുങ്ങുന്നത് വരെ ജീവിക്കുക എന്നുള്ളൊരു മനോഭാവം ജനങ്ങളുടെ ഉള്ളിലെടുത്തു. അത് കൊറോണയ്ക്ക് ശേഷമാണ് ലോകം മുഴുവൻ ശക്തമായിട്ട് മാറി. അപ്പൊ കൊറോണയ്ക്ക് ശേഷമുള്ള മറ്റൊരവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്പത്രികൾ നിറഞ്ഞു കവിയാൻ തുടങ്ങിയതും ജനങ്ങൾ ഏറ്റവും കൂടുതൽ മരിക്കാൻ തുടങ്ങിയതും കൊറോണയ്ക്ക് ശേഷമാണ്. എന്തുമാത്രം കുഴഞ്ഞു വീണു ഉള്ള മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകര്, രാഷ്ട്രതന്ത്രജ്ഞന്മാര്, രാഷ്ട്രീയക്കാര്, കലാകാരന്മാര്, കുഞ്ഞുകുട്ടികള്, അങ്ങനെ എന്തുമാത്രം ആളുകളാ. മരണം ഓരോരുത്തരുടെയും കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അപ്പൊ ആരോഗ്യ പ്രവർത്തകരെല്ലാവരും തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഇടയ്ക്ക് ഇറ്റലിയിൽ ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. കൊറോണ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പത്രവാർത്തയായിരുന്നു. എന്റെ കയ്യിൽ ആ പത്രവാർത്ത ഇരിപ്പുണ്ട്. അതിൽ പറയുന്ന ഒരു കാരണം, ഇറ്റലിയിലെ സർക്കാർ ആരോഗ്യ പ്രവർത്തകരെല്ലാവരും കൊറോണയുടെ 2ാം തരംഗത്തിന്റെ ഒടുവിൽ പിരിച്ചുവിട്ടു. പിരിച്ചുവിടാനുള്ള കാരണം വേറെ ഒന്നുമല്ല, അവർ വാക്സിനേഷൻ എടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ വാക്സിനേഷൻ എടുക്കാൻ തയ്യാറാകാത്ത ഡോക്ടേഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും അവർ പിരിച്ചുവിട്ടു. അവർ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് പേപ്പറിൽ വന്നത്. അവർ വാക്സിനേഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളൊരു വാർത്തയാണ് പേപ്പറിൽ വന്നത്. എന്ന് പറഞ്ഞാല് ഇറ്റലി പോലുള്ള ഒരു വികസിത രാജ്യത്തെ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും ഈ വാക്സിനേഷൻ എടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവർ സർക്കാർ പിരിച്ചുവിട്ട് ജോലി വേണമെങ്കിൽ പോയിക്കോട്ടെ, ജീവൻ നിലനിർത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് അവർക്കുണ്ടായത്. അപ്പൊ ഈ വാക്സിനേഷൻ അത്ര മാരകമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഇന്ന് വാക്സിനേഷൻ എടുത്താൽ ലോക ജനതയുടെ സ്ഥിതി എന്താണ്? മരണം കൂടെയുണ്ട്. ബ്രിട്ടീഷ് ഹൈക്കോടതി ഈ വാക്സിനേഷൻ നിരോധിച്ച് എല്ലാ മരുന്നും കമ്പനി പിൻവലിച്ച്. അതിന്റെ കാരണം എന്താണ്? കൊറോണ വന്നു പോയവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നമുണ്ട്. അവരുടെ ശ്വാസകോശം ചുരുങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നില്ല. ആരോഗ്യ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ കൊറോണ വാക്സിനേഷൻ എടുത്ത ആളുകൾക്ക് പ്രോട്ടീന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് രക്തത്തിൽ കലരുന്നുണ്ട്. രക്തത്തിന്റെ കനം കൂടുന്നുണ്ട്. അങ്ങനെ രക്തത്തിന് കനം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രക്തം പമ്പ് ചെയ്യാനായിട്ട് ഹൃദയത്തിന് ലോഡ് കൂടുതലാണ്. ഹൃദയത്തിന് സ്വാഭാവികമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇന്ന് ഈ ലോകത്തുള്ള എല്ലാ ഹോസ്പിറ്റലും എടുത്തിട്ടുണ്ടെങ്കിലും ഹൃദയ രോഗികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഹൃദയത്തിന് നീർക്കെട്ട് വന്നു കഴിയുമ്പോൾ ഹൃദയത്തിന് വേദന ഉണ്ടാവും. ആ വേദനയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ സ്റ്റഡ് ഇടും, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യും. ഒരു 10 ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കും. 10 ലക്ഷം രൂപ പോണെങ്കിൽ പൊട്ടേന്ന് വെക്കാം. അതല്ല, ജീവിതകാലം മുഴുവൻ രോഗിയായി മരുന്ന് കഴിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കേണ്ട ഗതികേടിലാണ് ഇന്ന് ലോക ജനത. അപ്പൊ വാക്സിനേഷൻ എടുത്ത എല്ലാവർക്കും തന്നെ പ്രോട്ടീന്റെ ബൈ പ്രൊഡക്റ്റ് രക്തത്തിൽ കലരുന്നുണ്ട്. രക്തത്തിന്റെ കനം കൂടുന്നുണ്ട്. ആ രക്തം പമ്പ് ചെയ്യാനായിട്ട് ഹൃദയത്തിന് നീർക്കെട്ട് വരുന്നുണ്ട്, ഇൻഫ്ലമേഷൻ വരുന്നുണ്ട്. അപ്പൊ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എല്ലാവർക്കും തന്നെ കൂടി. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവരും കൂടി. എന്താണ് ഇതിനുള്ളൊരു പരിഹാരം? ലോകത്തുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ലോകത്തുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും എല്ലാ ഗവേഷകരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിനെ മനുഷ്യന്റെ രക്തത്തിന്റെ കനം കുറക്കാൻ സാധിക്കും. രക്തത്തിന്റെ ഒഴുക്ക്, ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കും. ഇതെല്ലാ ശാസ്ത്രജ്ഞന്മാരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യം. അവിടെയാണ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. ഇവിടെ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈസി യൂസ് ആണ്. ഒരു മാട്രസ് ഉണ്ട്, പില്ലോ പാഡ് ഉണ്ട്. രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ 210 നെഗറ്റീവ് പോസിറ്റീവ് ആയ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ആ മാഗ്നറ്റിക് പവർ നമ്മളുടെ കോശങ്ങളിലേക്ക് കിട്ടുന്നുണ്ട്. കോശങ്ങളിലെ മാഗ്നറ്റിക് പവർ ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് മാറുന്നുണ്ട്. ആ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നമ്മളെ ഹൃദയത്തിന് വേണ്ട പവർ കൊടുക്കുന്നുണ്ട്. ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ക്രമമായിട്ട് മാറുന്നുണ്ട്. കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഗാഢമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. ഉറക്കത്തില് നമ്മളെ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, റിപ്പയറിങ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രക്രിയ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുമ്പോൾ പുതിയ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യും. ആ വ്യക്തി 100% ആരോഗ്യവാനായിട്ട് നടക്കും. അപ്പൊ ഇവിടെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗാഢമായ ഉറക്കം കിട്ടുന്നുണ്ട്. ഉറക്കത്തിൽ നമ്മളുടെ ശരീരത്തിന്റെ റിപ്പയറിങ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പുതിയ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുന്നത് വഴി ഒരു വ്യക്തിയിൽ എന്തെല്ലാം ഡിസോർഡർ ഉണ്ടോ ആ ഡിസോർഡറിനെ ഓർഡർ ആയിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് 150ഓളം രാജ്യങ്ങൾ നമ്മളെ ഈ ബയോട്ടോറിയം കമ്പനിയായിട്ട് സാഗർ ജോഷി സാറായിട്ട് എഗ്രിമെന്റ് ഒപ്പുവെച്ച് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഈ ഉൽപ്പന്നത്തിന് വേണ്ടി കാത്തിരിക്കുന്നു.
കുറേയേറെ നാളായി കാത്തിരിക്കുന്നത്, കൊടുക്കാൻ സാധിക്കുന്നില്ല. 15,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഫീസ് ഇന്നിപ്പോ ഏതാണ്ട് 1,00,000 സ്ക്വയർ ഫീറ്റിന്റെ ഓഫീസായിട്ട് മാറി. 24 മണിക്കൂർ 3 ഷിഫ്റ്റ് ആയിട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ത്യൻ ജനതക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അത്രയും ഡിമാൻഡായി കഴിഞ്ഞു ഉൽപ്പന്നം. കാരണം ഈ കാലഘട്ടത്തില് ഒരു വ്യക്തിയുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഈ ഉൽപ്പന്നം ഇല്ലാതെ വേറെ ഒരു മാർഗവും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ രാധാകൃഷ്ണൻ സാറ് പറയുന്നത്, ഒരു 99.9% രോഗം വരുന്നതിന്റെ കാരണം നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ക്രമമല്ലാത്തതുകൊണ്ടും ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാനും കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാനും ഗാഠമായ ഉറക്കം കിട്ടാനും നമ്മളെ ശരീരത്തിന്റെ റിപ്പയറിംഗ് കൃത്യമായിട്ട് കിട്ടാനും ആരോഗ്യമുള്ള കോശങ്ങളെ റീജനറേറ്റ് ചെയ്യാനും അങ്ങനെ 100% ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു ഉൽപ്പന്നം നമ്മളെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ടാണ് ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇത്രയേറെ ഡിമാൻഡ് ഉള്ളത്. പിന്നെ നമ്മളെ പാക്കേജിൽ കിട്ടുന്ന മറ്റൊരു ഉൽപ്പന്നം നമ്മളെ കയ്യിൽ കിട്ടാവുന്ന ഒരു റെസ്റ്റ് ബാൻഡ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആന്റി റേഡിയേഷൻ ആണ്. ഇന്നിപ്പോ വൈഫൈ എല്ലാ വീടുകളിലും വൈഫൈ ഉണ്ട്, ടവർ ഉണ്ട്, ഓസോൺ പാളി, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ശക്തമായ റേഡിയേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ റേഡിയേഷൻ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും നമ്മളെ സെല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ എനർജി ലെവലിൽ താഴ്ന്നു പോകുന്നുണ്ട്, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ശക്തമായ റേഡിയേഷൻ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് ക്യാൻസർ വളരെ 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 കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ശരീരത്തിൽ ക്യാൻസർ കോശങ്ങളുണ്ട്. ക്യാൻസറിന് അനുകൂലമായ ഒരു സാഹചര്യം കിട്ടുമ്പോഴാണ് ക്യാൻസർ കോശങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ക്യാൻസറിന് അനുകൂലമായ സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ ആണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് കൊല്ലത്താണ്, ചവറയിലാണ്, കരിമണലിന്റെ റേഡിയേഷൻ ആണ്. അപ്പൊ ആ റേഡിയേഷൻ ഒരു പരിധി വരെയും തടയാനായിട്ട് നമ്മളെ റിസ്റ്റ് ബാൻഡിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ആന്റി റേഡിയേഷൻ കിട്ടുന്നുണ്ട്, എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു നാച്ചുറൽ പെയിൻ കില്ലർ ആണ്. പിന്നെ നാലാമത്തെ ഒരു ഉൽപ്പന്നമാണ് നമ്മളുടെ വാട്ടർ എനർജി പാഡ്. 40ഓളം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഒരു ചില്ല് ഇവിടെ പുറത്ത് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചാൽ മതി. അതിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം ഏതാണോ ആ വെള്ളം ഒഴിച്ചു വെക്കുക, തിളപ്പിക്കാതിരിക്കുക. ഇവിടെ വെന്ത വെള്ളമല്ല വേണ്ടത്. വെന്ത വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്ത വെള്ളമാണ്, അതിന് ഒരു ആരോഗ്യ ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് തിളപ്പിക്കാത്ത വെള്ളം ഒഴിച്ചു വെക്കുക. നമ്മൾ വെള്ളം തിളപ്പിക്കുന്നതിന്റെ കാരണം ഈ കോളിനെ പേടിച്ചിട്ടാണ്. പക്ഷെ മാഗ്നറ്റിക് എനർജി വരുമ്പോഴും ഓക്സിജന്റെ അളവ് കൂടുമ്പോൾ ഈ കോളിന് ഓട്ടോമാറ്റിക്കലായിട്ട് നശിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഈ കോളിനെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പൊ അങ്ങനെ വെള്ളം ഒഴിച്ചു വെക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. മാഗ്നറ്റിക് പവർ വെള്ളത്തിൽ കിട്ടി കഴിയുമ്പോൾ വെള്ളത്തിന്റെ കണികൾക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ വെള്ളത്തിന് സാന്ദ്രത കുറയുന്നുണ്ട്. സാന്ദ്രത കുറഞ്ഞ വെള്ളം നമ്മളെ കോശങ്ങൾ ആഗിരണം ചെയ്യുന്നുണ്ട്. അപ്പൊ കോശങ്ങൾക്ക് ആവശ്യമായ ജീവജലം കിട്ടുന്നുണ്ട്. ഈ മാഗ്നറ്റിക് വാട്ടർ കുടിക്കുമ്പോൾ നമ്മൾ ഊർജ്ജ ശരീരം സജീവമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൗതിക ശരീരം സൗഖ്യത്തിലേക്ക് വരുന്നുണ്ട്. ഇന്ന് നമ്മളെ ബ്ലഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് എപ്പോഴും അസിഡിക് ആകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത്. കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളമാണെങ്കിലും കഴിക്കുന്ന ആഹാരമാണെങ്കിലും ശ്വസിക്കുന്ന വായു ആണെങ്കിലും മലിനമാണ്. അത് നമ്മളെ രക്തത്തിനെ ബാധിക്കുന്നുണ്ട്. രക്തത്തിൽ ടോക്സിൻ കൂടുന്നുണ്ട്, രക്തത്തിന്റെ pH വ്യതിയാനം വരുന്നുണ്ട്. പക്ഷെ നമ്മളെ മാഗ്നറ്റിക് വാട്ടർ കുടിക്കുമ്പോൾ നമ്മളെ രക്തത്തിന്റെ pH കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 7.34 ടു 7.45 നിർത്താൻ സാധിക്കുന്നുണ്ട്. രക്തത്തിന്റെ കനം കുറക്കാൻ സാധിക്കുന്നുണ്ട്. രക്തത്തിന്റെ ഒഴുക്ക് ക്രമീകരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഊർജ്ജ ശരീരത്തെ സജീവമാക്കുന്നുണ്ട്. ഈ വെള്ളത്തിന്റെ വേറെ ഏറ്റവും വലിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിൻ പവർ കൂടുന്നുണ്ട്, IQ പവർ കൂടുന്നുണ്ട്. കാരണം മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശങ്ങൾ ബ്രെയിനിന്റെ കോശങ്ങളാണ്. നമ്മളെ ശരീരം ശരാശരി 70 കിലോ ഭാരമുണ്ടെങ്കിൽ തലച്ചോറ് 1350 ഗ്രാം മാത്രമേ ഭാരമുള്ളൂ. നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായുവിന്റെ 20% തലച്ചോറിന് വേണം. നമ്മൾ കുടിക്കുന്ന ജീവജലത്തിന്റെ 20% തലച്ചോറിന് വേണം. നമ്മൾ കഴിക്കുന്ന പോഷകാഹാരങ്ങൾ 20% തലച്ചോറിന് വേണം. അപ്പൊ ആ തലച്ചോറിന് ആവശ്യമായ രീതിയിൽ പോഷകങ്ങളും ജീവജലവും പ്രാണവായുവും കൊടുക്കാനായിട്ട് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിന് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് IQ പവർ കൂടുന്നുണ്ട്, ബ്രെയിൻ പവർ കൂടുന്നുണ്ട്, മനസ്സിനും ശരീരത്തിനും സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ട്. ഹോർമോൺസ് നല്ല രീതിയിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ടെൻഷൻ കുറയുന്നുണ്ട്, ഓറ ഡെവലപ്പ് ചെയ്യുന്നു, ആത്മാവ് ഉണരുന്നുണ്ട്, ഓറ ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ.
ഇനി അകത്തേക്ക് കഴിക്കുന്ന കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ നിയോഡൈമിയം മെഡിക്കൽ മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ 4 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണത്? പ്രാണവായു കൂടുതൽ കിട്ടുന്നുണ്ട്, ജീവജലം കിട്ടുന്നുണ്ട്, പിന്നെ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ കൂടുതൽ ആഗിരണം ചെയ്യാനായിട്ട് ശരീരത്തിനെ സഹായിക്കുന്നുണ്ട്. ആമാശയത്തിന്റെ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കൂടുന്നത് വഴി കഴിക്കുന്ന ആഹാരങ്ങളെ നല്ല രീതിയിൽ ദഹിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതിലുള്ള പോഷകങ്ങളെ കൂടുതൽ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആമാശയത്തിലെ ബാക്ടീരിയയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ദഹനം നടക്കുന്നുണ്ട്. പോഷകങ്ങളെ കൂടുതൽ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ പിന്നെ സൂര്യപ്രകാശം വേണം, എർത്ത് എലമെന്റ്സ് വേണം. അപ്പൊ പോഷകാഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇന്ന് കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം തന്നെ നാവിന് രുചിയുള്ള ആഹാരമാണ്. പോഷകാഹാരത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ആ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടി പോഷകാഹാരങ്ങളും കൂടി കമ്പനി തരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർ പവർ നമുക്ക് തരുന്നുണ്ട്. മോർ പവറിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. മോർ പവർ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അധിക ശക്തി ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് നാനോ ടെക്നോളജിയാണ്, ബയോ ടെക്നോളജിയാണ്, ഫൈറ്റോ സയൻസ് എന്നീ ശാസ്ത്രീയ ടെക്നോളജികളിൽ അധിഷ്ഠിതമായി നിർമ്മിച്ചിട്ടുള്ളതാണ്. പഴയ രീതിയല്ല. പഴയ രീതി ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഗുണങ്ങൾ നഷ്ടപ്പെട്ടു. തിളപ്പിച്ചും വേവിച്ചൊക്കെ വരുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നാനോ ടെക്നോളജി, ബയോ ടെക്നോളജി, ഫൈറ്റോ സയൻസ് എന്നീ ശാസ്ത്രീയ ടെക്നോളജി അധിഷ്ഠിതമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. 40-ൽ പരം ഔഷധ സസ്യങ്ങൾ, അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആയുർവേദ, യുനാനി, സിദ്ധ, ഹെർബൽ ചേരുവകൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തതാണ് ഈ മോർ പവർ. ഇത് ശരീരത്തിലെ 11 വ്യവസ്ഥകളെ ക്രമീകരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ബ്ലഡ് സർക്കുലേഷനെ ക്രമീകരിക്കുന്നുണ്ട്, ദഹന വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, ആന്തരിക വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, ബാഹ്യഗ്രന്ഥി വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, പ്രതിരോധ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, പേശി വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, അസ്ഥികുട വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, നാഡീവ്യൂഹ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, മൂത്രാശയ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, പുനരുത്പാദന വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, ശ്വാസകോശ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്. അങ്ങനെ 11 വ്യവസ്ഥകളെ ക്രമീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നത്തെ കുറിച്ച്, ഈ മോർ പവറിനെ കുറിച്ച് പൊതുജനങ്ങളോട് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. പൈനൽ ഗ്ലാൻഡിലേക്കുള്ള, പൈനൽ ടിഷ്യൂസിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് മോർ പവറിന് അസാധ്യമായ ഒരു കഴിവുണ്ട്. മോർ പവറിന്റെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്. പൈനൽ ഗ്ലാൻഡിലുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് മോർ പവറിന് അസാധ്യമായ ഒരു കഴിവ്. എന്താണ് ഈ പൈനൽ ഗ്ലാൻഡിലേക്ക് രക്തയോട്ടം വർദ്ധിച്ചാലുള്ള ഗുണം? സെക്സ്വൽ പവർ ഡെവലപ്പ് ചെയ്യുന്നു. ഓരോ മനുഷ്യന്റെയും സെക്സ്വൽ പവർ, ഉദാഹരണമില്ലായ്മ, ശുക്ലത്തിൽ കൗണ്ട് കുറവും, അങ്ങനെയുള്ള സെക്സ്വൽ പ്രശ്നങ്ങൾ എന്തെല്ലാമാണോ അത് സ്ത്രീയുടെ ആയാലും പുരുഷന്റെ ആയാലും എല്ലാ സെക്സ്വൽ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. അതിന്റെ കാരണം പൈനൽ ഗ്ലാൻഡിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതുകൊണ്ടാണ്. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. സെക്സ്വൽ പവർ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമില്ല. പൈനൽ ഗ്ലാൻഡിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. അത് മോർ പവറിന്റെ ഏറ്റവും വലിയൊരു മേന്മയാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ട് ആകാംക്ഷയുടെ ഒരു ചോദിക്കും, എന്താണ് അതുകൊണ്ടുള്ള ഗുണമെന്ന് ചോദിക്കും. അപ്പൊ ആ ഗുണം അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മോർ പവർ നമുക്ക് അവിടെ വിറ്റഴിക്കാൻ സാധിക്കും. മോർ പവറിനെ സംബന്ധിച്ച് ഞാൻ ഇത്തരം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സമയം വളരെ കുറവുണ്ട്, ഉൽപ്പന്നങ്ങൾ വളരെയേറെ കൂടി, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി മറ്റൊരു പ്രൊഡക്റ്റ് ആണ് അൾട്രാ ബെറി. ഈ അൾട്രാ ബെറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. എന്താണ് അൾട്രാ ബെറിയുടെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂബെറി ഉണ്ട്, എൽഡർബെറി ഉണ്ട്, ക്രാൻബെറി ഉണ്ട്, കിവി ഗ്രീൻ ആപ്പിൾ ഉണ്ട്, അശ്വഗന്ധ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, അലോവര ഉണ്ട്, സഫേദ് മുസ്ലിം ഉണ്ട്, മുന്തിരി വിത്തുണ്ട്, ഞാവൽപ്പഴം ഉണ്ട്, പുളിപ്പിച്ച ഗോതമ്പുണ്ട്, മുളപ്പിച്ച ഗോതമ്പുണ്ട്, നോനിപ്പഴം ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്, കറുവപ്പട്ട ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. അങ്ങനെയുള്ള 20ഓളം അപൂർവമായ ഔഷധ സസ്യങ്ങളും ഫ്രൂട്ട്സിന്റെയും എക്സ്ട്രാക്ട് എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ അൾട്രാ. എക്സ്ട്രാക്ട് എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. കനം വളരെ കൂടുതലാണ്. ഇത് കഴിക്കുന്ന ആൾക്കാർ വെള്ളം കൂടുതൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 30 മില്ലിയാണ് കമ്പനി പറയുന്നത്. 30 മില്ലി കഴിക്കണ്ട, 10 മില്ലി കഴിച്ചാൽ മതി. കാരണം കൂടുതൽ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ മറന്നു പോയാൽ അത് ഒരുപാട് ദാഹം ഉണ്ടാക്കുന്നുണ്ട്, ശരീരം ഡ്രൈ ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 10 മില്ലി കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കാൻ ഇത്തിരി കുറഞ്ഞു പോയാലും പ്രശ്നമില്ല. വെള്ളം കൂടുതൽ കുടിക്കണം, എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് 100% ഗുണം കിട്ടുള്ളൂ. അപ്പൊ മോർ പവർ ആണെങ്കിലും അൾട്രാബെറി ആണെങ്കിലും കൊടുക്കുന്ന മെമ്പേഴ്സിനോട് പറയാം, വെള്ളം കൂടുതൽ കുടിക്കണം. മോർ പവർ 2 ഗ്രാം കഴിച്ചാൽ മതി, അൾട്രാബെറി 10 ഗ്രാം കഴിച്ചാൽ മതി. കാരണം നമുക്ക് ദോഷങ്ങളൊന്നും ശരീരത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഗുണങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഡോസേജ് കൃത്യമായിട്ട് പറയുന്നത്.
ഇവിടെ സൂപ്പർ ഫ്രൂട്ട് വിറ്റാമിനുകൾ മിനറൽസിന്റെ സമ്പുഷ്ടമാണിത്. ഗുണങ്ങൾ ടോക്സിനെ പുറന്തള്ളുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻ ഉണ്ട്. ആ ടോക്സിനെ പുറന്തള്ളുന്നുണ്ട്. 100% ടോക്സിനെ പുറന്തള്ളുന്നുണ്ട്. ഫ്രീ റാഡിക്കൽ നശിപ്പിക്കുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ് ആണ്. ക്യാൻസറിനെ നശിപ്പിക്കുന്നുണ്ട്. ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയെ തടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഉറങ്ങിക്കിടക്കുന്ന ക്യാൻസർ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ വളരില്ല. ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. ഒരു കാരണവശാലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകില്ല. ഹൃദ്രോഗികൾക്ക് ഇത് ഉത്തമമാണ്. അപ്പൊ കൊറോണ തകർന്ന് തരിപ്പണമാക്കിയ രോഗികൾക്ക് ഇതെല്ലാം തന്നെ വളരെയേറെ ഗുണം കിട്ടുന്നുണ്ട്. പിന്നെ ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ന്യൂറോളജിക്കൽ പ്രോബ്ലംസിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നുണ്ട്. ധാരാളം ക്രോമിയം അടങ്ങിയിട്ടുണ്ട്. അപൂർവമായ ഒന്നാണ് ക്രോമിയം. മനുഷ്യ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. ഏറ്റവും കൂടുതൽ ക്രോമിയം അടങ്ങിയിട്ടുണ്ട് അൾട്രാബെറിയിൽ. കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നുണ്ട്. പൊണ്ണത്തടി കുറയുന്നുണ്ട്. പിന്നെ ഫൈബറും ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട്. മെറ്റബോളിസത്തെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. അമിതമായ കൊഴുപ്പിനെ ബേൺ ചെയ്ത് ഊർജ്ജമാക്കി മാറ്റുന്നുണ്ട്. അമിതമായ കൊഴുപ്പിനെ ബേൺ ചെയ്ത് ഊർജ്ജമാക്കി മാറ്റുന്നു. അപ്പൊ തടി കുറക്കാനായിട്ട് ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. പിന്നെ ദഹനത്തെ സഹായിക്കുന്നുണ്ട്. കോശങ്ങളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നുണ്ട്. ചർമ്മകാന്തി വർദ്ധിക്കുന്നുണ്ട്. തഴച്ചു വളരുന്ന മുടി ഏറ്റവും വലിയൊരു ഗുണമാണ്. ദിവസം ഒരു 10 മില്ലി ഇളം ചൂടുവെള്ളത്തിൽ കഴിക്കാനായിട്ട് തയ്യാറാകും. പിന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് 100% മാറുന്നുണ്ട്. അസിഡിറ്റി ഇല്ലാതാക്കുന്നുണ്ട്. ഡൈജഷൻ സഹായിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട്. കിഡ്നിയുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പം 3 പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇനി അടുത്തൊരു കാര്യം പറയുന്നത്, ഇതെല്ലാം തന്നെ വിറ്റഴിക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെയാണ്. എന്തിലൂടെ വിറ്റഴിക്കുന്നത്? കാരണം 2020 ലോകം മുഴുവൻ അടച്ചിട്ടിരിക്കുന്ന സമയത്ത് ആരംഭിച്ച ഉദയം ചെയ്ത കറുത്ത വാവിൽ ഉദയം ചെയ്ത ഒന്നാണ് പൗർണമിയാണ് നമ്മളുടെ ഈ ബയോട്ടോറിയം എന്നുള്ളത്. അപ്പൊ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ മാത്രമേ അത് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുള്ളൂ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഒരു ചെറിയ നെറ്റിയൊളിവുണ്ട്. അത് ജനങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 1996 തുടങ്ങിയാണ് ഇന്ത്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യമായിട്ട് വന്ന MLM ആംവേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 29 കൊല്ലത്തോളം 29-30 കൊല്ലത്തോളമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ച നല്ലൊരു വിപണന രീതിയാണ്. ഒരുപാട് ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികൾക്ക് വലിയ ജീവിതം സ്വപ്നം കാണാനും കോടികൾ ഉണ്ടാക്കാനും നല്ല രീതിയിലുള്ള ജീവിതം ആസ്വദിക്കാനും സാധിക്കുന്നത് ഒരേ ഒരു സിസ്റ്റം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ഇന്ന് 154ഓളം രാജ്യങ്ങളിൽ ഏതാണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അംഗീകരിച്ചിട്ടുണ്ട്. 100% നിയമാനുസൃതമാണ്. ചില രാജ്യങ്ങളിൽ അതിനുവേണ്ടി മന്ത്രാലയം തന്നെയുണ്ട്. ഇപ്പൊ മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ അതിനുവേണ്ടിയുള്ള മന്ത്രാലയം തന്നെയുണ്ട്. മാത്രമല്ല മലേഷ്യയിൽ വിവാഹം ആലോചിക്കുമ്പോൾ വധുവരന്മാരുടെ വീട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. വധു ഏത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലാണ് വർക്ക് ചെയ്യുന്നത്, വരൻ ഏത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ പാസ്വേഡും ID നമ്പറും ആവശ്യപ്പെടും. പരസ്പരം അവർ സൈറ്റിലേക്ക് വരും. അവർക്ക് ഇതുവരെ എന്ത് വരുമാനം കിട്ടിയിട്ടുണ്ട്, എന്ത് ടീം സ്ട്രെങ്ത് ഉണ്ട് എന്ന് പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് വിവാഹ ഉടമ്പടിയിൽ അവർ ഒപ്പുവെക്കുന്നത്. ആ രീതിയിൽ വരെയും അവിടെ കാര്യങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടില് നമുക്കൊരു നിയമം ഈ സമയത്ത് ആയി വരുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ 100% നിയമാനുസൃതമായി വരുന്നേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം 2021 മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു റെഗുലേറ്റർ വന്ന് ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ 100% നിയമാനുസൃതമായിട്ട് അംഗീകരിച്ച് അതിനുശേഷം 4 വർഷം വേണ്ടി വന്ന ഒരു മോണിറ്ററിംഗ് സംവിധാനം വരാനായിട്ട് 2025 ഫെബ്രുവരി 19 ഒരു മോണിറ്ററിംഗ് സംവിധാനം വന്നത്. അപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടാണ് സർക്കാർ ഈ രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളും മോണിറ്ററിംഗ് സംവിധാനങ്ങളും കൊണ്ടുവരുന്നത്. ഇപ്പൊ പുതുതായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് വരാറുണ്ട്. ആ സംവിധാനങ്ങൾ വരുമ്പോൾ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് അനവധി വരും. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സർക്കാർ നിയമം കൊണ്ടുവരുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ 1970-കളിൽ കേരളീയരുടെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസ കിട്ടണം. കാരണം വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു യുവാവും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യം ഒരു വിസ കിട്ടണം. അങ്ങനെ ഒരു വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി വരുമാനം ഉണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ളൊരു ട്രെൻഡാണ് 1970-കളിൽ ഓരോ വ്യക്തികളുടെയും സ്വപ്നമായിട്ട് മാറിയത്. അങ്ങനെ വിസക്ക് വേണ്ടി നെട്ടുവട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിസക്ക് വേണ്ടി കുറേയേറെ പൈസ മുടക്കാൻ ഓരോ മെമ്പേഴ്സും തയ്യാറായപ്പോൾ കിടപ്പടം വിറ്റുവരെയും വിസ വാങ്ങിച്ചുകൊണ്ട് ഗൾഫിൽ പോകാനായിട്ട് മലയാളികൾ തുനിഞ്ഞിറങ്ങിയപ്പോൾ വിസ തട്ടിപ്പ് രൂക്ഷമായി. അപ്പോഴാണ് വിസ തട്ടിപ്പ് രൂക്ഷമായത്.
ഈ വിസ തട്ടിപ്പിന് രൂക്ഷമായിട്ട് ആടുജീവിതം പോലുള്ള സിനിമകളൊക്കെ അതിന് ഉദാഹരണമാണ്. ഒരുപാട് ആളുകൾ ജയിലുകൾക്കുള്ളിലായി, ജീവിതം നരകപൂർണമായി, ഒരുപാട് ആളുകളുടെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു പോയി. അവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള മനോഹരമായ ജീവിതം ഉണ്ടാക്കാൻ സാധിച്ചില്ല. കാരണം വിസ തട്ടിപ്പിൽ പെട്ടുപോയി. അങ്ങനെ വന്ന സമയത്താണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നത്. ഇന്ന് അത് ഫെമയായിട്ട് മാറി. ആ ഒരു നിയമം വന്നത് കൊണ്ടാണ് കേരളമായിട്ട് മാറിയത്. അല്ലെങ്കിൽ കേരളം ഇന്നും ദരിദ്രമായനെ. 1970 ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നെട്ടുവട്ടം ഓടുന്ന മലയാളി ഉണ്ടായിരുന്നു. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരുന്നു ഓരോ കുടുംബങ്ങളും ഉണ്ടായിരുന്നു. ആഹാരമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. കുറേയേറെ മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നന്നായിട്ട് ജോലി ചെയ്ത് ഡോളർ ഇന്ത്യയിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് കേരളം ഇന്ന് ഇങ്ങനെയായിട്ട് മാറിയത്. അല്ലാണ്ട് ഇവിടെ കച്ചവടവും ഇല്ല, വ്യവസായ സ്ഥാപനങ്ങളും ഇല്ല, തൊഴിലവസരങ്ങളും ഇല്ല. അപ്പൊ അങ്ങനെ കേരളം ഇത്രയും സമ്പന്നമായിട്ട് മാറാനുള്ള ഒരു കാരണം ആ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം വന്നുകൊണ്ടാണ്. അപ്പൊ നിയമങ്ങൾ നല്ലതാണോ മോശമാണോ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് മേഖലയാണ്. കാരണം 1956 ഇൻഷുറൻസ് ദേശസൽക്കരിച്ചത്. അത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ രംഗത്ത് വന്ന് അതിനുശേഷം ഏതാണ്ട് 93 കൂടിയാണ് വിദേശ ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങിയത്. ഇതിനുശേഷമാണ് ഒരുപാട് തട്ടിപ്പുകൾ ഇൻഷുറൻസ് ഉണ്ടായത്. ഇപ്പൊ ചില MLM കമ്പനികൾ തന്നെ ഇൻഷുറൻസിന്റെ പോളിസികൾ അമിത വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വിറ്റഴിച്ച് ഒരുപാട് ജനങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോയി. അത് മാത്രം ആ ഇൻഷുറൻസ് മാത്രം ചെയ്യുന്ന കുറെ MLM കമ്പനികൾ വന്നു. ഇപ്പൊ കൊടുങ്ങല്ലൂർ അങ്ങനെ ഒരു MLM കമ്പനി ഉണ്ടായിരുന്നു. ജനങ്ങൾ ഒരുപാട് വഞ്ചിക്കപ്പെട്ട്, ജനങ്ങൾ ഒരുപാട് പൈസ നഷ്ടപ്പെട്ട്, ആർക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ളൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് സർക്കാർ IRDA എന്ന് പറഞ്ഞൊരു മോണിറ്ററിംഗ് സംവിധാനം കൊണ്ടുവന്നു. IRDA എന്ന് പറഞ്ഞൊരു മോണിറ്ററിംഗ് സംവിധാനം വന്നതുകൊണ്ടാണ് ഇന്ന് വിദേശ ഇൻഷുറൻസ് കമ്പനികൾക്കും ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ജനങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനും അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കാനും അങ്ങനെ ജനങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ പൈസകൾ കളക്ട് ചെയ്തുകൊണ്ട് രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണം നടത്താനും സർക്കാരിന് സാധിച്ചതും, അതിനേക്കാൾ ഉപരിയായിട്ട് 50 ലക്ഷം കുടുംബങ്ങൾ ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നതിന്റെ കാരണം IRDA എന്ന് പറയുന്ന ഒരു മോണിറ്ററിംഗ് സംവിധാനം ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇല്ല എങ്കിൽ ഇതൊരു കുത്തഴിഞ്ഞു പോയനെ. ഇവിടെ ജനങ്ങൾക്ക് ഇൻഷുറൻസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയനെ. ഇനി മറ്റൊരു കാര്യം, 1996 കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഇന്ത്യയിൽ വന്നു. ആ സമയത്തൊക്കെ സെക്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് കാണാമായിരുന്നു. ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അശ്ലീല ചിത്രങ്ങളും എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോഴാണ് 2002 സൈബർ ലോ വന്നു. ഇതിനൊക്കെ നിയന്ത്രിച്ച് സർക്കാർ. അപ്പൊ എവിടെ പ്രശ്നങ്ങൾ വരുന്നുവോ അപ്പോഴാണ് സർക്കാർ നിയമനിർമ്മാണം നടത്തുന്നത്, മോണിറ്ററി സംവിധാനം കൊണ്ടുവരുന്നത്, ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നത്. ഇനി 1990 ഓഹരി കുംഭകോണം വന്നത്. ഹർഷക് മേത്ത, കൂമർ നാരായണൻ അതേപോലുള്ള ആളുകൾ ഉദയം ചെയ്തത് 1990 കടലിൽ കൊണ്ടെറിഞ്ഞാലും ഓഹരിയിൽ പൈസ ഇടരുന്ന് ജനങ്ങൾ ഓരോരുത്തരും പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രം തകർന്ന് തരിപ്പണമാകുന്ന ഏർപ്പാടാണ് ഈ ഓഹരി കുംഭകോണം, അല്ലെങ്കിൽ ഓഹരിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വന്നത്. അങ്ങനെ ഒരു നിയമം വന്നതുകൊണ്ടാണ് ഓഹരി വിപണിയെ നിയന്ത്രിക്കാനും അത് നല്ല രീതിയിൽ സംരക്ഷിക്കാനും രാജ്യത്തിന്റെ സുസ്ഥിര കാത്തു സൂക്ഷിക്കാനും സർക്കാരിന് സാധിച്ചു. അല്ലായിരുന്നെങ്കിൽ ഇനി മറ്റൊരു ഉദാഹരണം പറയാം. 1990 ഇൻകമിങ് വന്നിട്ടുണ്ടെങ്കിൽ, ഫോണിൽ ഇൻകമിങ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം. നിർഭാഗ്യവശാൽ ആരെങ്കിലും നമ്മൾ വിളിച്ച് സംസാരിച്ചാല് ഒരു കോളിന് 15 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര അപരിഷ്കൃതമായ നിയമമായിരുന്നു. 2G 3G അഴിമതി, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയായിരുന്നു 2G 3G അഴിമതി. ഒന്നിന്റെ മുമ്പിൽ എത്ര പൂജ്യമുണ്ടെന്ന് പോലും കോടതിക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. ആ സംഖ്യ പറയാൻ സാധിക്കുന്നില്ല. അത്രയും വലിയ അഴിമതിയാണ് ഇന്ത്യയിൽ നടന്നത്. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വന്നപ്പോഴാ ടെലികോം വകുപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു നിയമം വന്ന് ഒരു ട്രായ് എന്ന് പറയുന്ന ഒരു നിയമം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു. അതിനുശേഷമാണ് അവിടെയുള്ള അഴിമതികളെല്ലാം ഇല്ലാതെയായത്. അപ്പൊ ഏതൊരു വ്യവസായം വരുമ്പോൾ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് വരും. ആ ഡ്യൂപ്ലിക്കേറ്റിനെ നിയന്ത്രിക്കാനായിട്ട് സർക്കാർ നിയമം കൊണ്ടുവരും. 2021 മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് വേണ്ടി
ഒരു നിയമം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൊണ്ടുവന്ന് അതിനെ ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി 2025 ഫെബ്രുവരി 19 ഒരു മോണിറ്ററിംഗ് സംവിധാനം കൊണ്ടുവന്ന് 100% നിയമാനുസൃതമായ കമ്പനികൾക്ക് മാത്രമേ ഇനി പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. 5 മന്ത്രാലയമാണ് അന്ന് അത് ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നത്. 5 മണിക്ക് ആ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ട് 6000 കസേര പന്തലിലിട്ടിട്ട് 3 മണിക്ക് തന്നെ 6000 കസേര നിറഞ്ഞു. രാഷ്ട്രീയക്കാരുടെ കണ്ണ് തള്ളിപ്പോയി. 5 മന്ത്രാലയമാണ് അവിടെ ഉണ്ടായത്. 5 മന്ത്രാലയം. നമ്മളെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാണ് ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തത്. എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും. അപ്പൊ ഇതൊരു പ്രൊഫഷനായിട്ട് മാറി. നമുക്കറിയാം, ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു പാഠ്യ വിഷയമായിട്ട് മാറുന്നുണ്ട്. ഇവിടെ കേരളത്തില് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു മന്ത്രാലയം വരാൻ പോകുന്നു. ഇന്നിപ്പോ ഉപഭോക്തൃ വകുപ്പിന്റെ കീഴിലാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉള്ളത്. പക്ഷെ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു മന്ത്രാലയം വരും. അവിടെ മോണിറ്ററിംഗ് സംവിധാനം ശക്തമായി കഴിഞ്ഞ് ഇനി സ്കൂൾ തലങ്ങളിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പാഠ്യ വിഷയമായിട്ട് വരും വർഷങ്ങളിൽ മാറും. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് ഡിഗ്രി വരും, ഉന്നത ഡിഗ്രി വരും, അതില് ഡോക്ടറേറ്റ് വരും. ഇതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഡിഗ്രി എടുത്ത് വരുന്ന വ്യക്തികൾ, ഇനി ഉന്നത ഡിഗ്രി എടുത്ത് വരുന്ന വ്യക്തികൾക്ക് അവരുടെ ഡിമാൻഡ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് പ്രൊഫഷൻ ഉണ്ട്. ആ പ്രൊഫഷനിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടാൻ പോകുന്നത്, ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാൻ പോകുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഡിഗ്രി എടുത്ത് വരുന്ന മെമ്പേഴ്സിനാണ്. അവർ ഫീൽഡ് സ്റ്റാഫായിട്ടായിരിക്കില്ല വരാൻ പോകുന്നത്. ഇന്ന് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ മാനേജരായിട്ടും ഓഫീസ് തസ്തികയിലേക്കും ഒരുപാട് എംഎൽഎംകാരെ വേണ്ടി വരും. അവരവിടെ പോസ്റ്റ് ചെയ്യും. പല മെമ്പേഴ്സും ആ പോസ്റ്റിൽ പ്രവർത്തിക്കില്ല. അവർ ഫീൽഡ് സ്റ്റാഫിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഫീൽഡ് സ്റ്റാഫായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവും. അവരുടെ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് ജനം ക്യൂ ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ള അനുകൂല സാഹചര്യത്തിലേക്കാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്ന് പറഞ്ഞ സമൂഹത്തിലെ ഉന്നതന്മാര് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് വരാൻ പോകുന്ന ഒരു അനുകൂല സാഹചര്യത്തിലേക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ നല്ലൊരു ടീം ഫോം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നാളെ ഈ ഉന്നത ഡിഗ്രി എടുത്ത് വരുന്ന മെമ്പേഴ്സ് നിങ്ങളുടെയൊക്കെ ടീമിലായിരിക്കും ഇടതും വലുതായിട്ട് ജോയിൻ ചെയ്യാൻ പോകും. നിങ്ങളുടെയൊക്കെ സാധ്യത ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വൈറ്റ് കോളർ ജോബായിട്ട് നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലെ അടുത്ത തലമുറയെ ഏത് കോഴ്സിന് പഠിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അവര് കണ്ടെത്താൻ പോകുന്ന ഉത്തരം അത്രയേറെ തൊഴിൽ സാധ്യതയുള്ള, അത്രയേറെ വരുമാനമുള്ള ഏറ്റവും നല്ലൊരു വൈറ്റ് കോളർ ജോബ്, ഏറ്റവും നല്ലൊരു പ്രൊഫഷൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്ന് നമ്മളുടെ മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ ശുപാർശ ചെയ്യാൻ പോകുന്ന ഒരു ഫീൽഡാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അത്രയേറെ സാധ്യത ഈ ഫീൽഡിലേക്ക് വരുന്നു. സമയം വളരെ കുറവാണ്, പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, എക്സ്ക്യൂസ് മീ സർ, ഇന്നത്തെ സാറിന് സമയം ലിമിറ്റില്ലാത്ത എല്ലാ ആൾക്കാരും അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല സാറേ. ഞാൻ അടുത്തൊരു വിഷയം ഞാൻ പറയാം. ഇന്ന് നമ്മുടെ കയ്യിൽ എന്തെല്ലാം പ്രൊഡക്റ്റ് ഉണ്ട് ഫീൽഡ് സ്റ്റാഫായി നമുക്കറിയാൻ പാടില്ല. സാഗർ ജോഷി സാർ ഒരുപാട് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇന്നും നമ്മൾ ഈ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ മാത്രം നമ്മൾ പറയുന്നുള്ള അതിനെ കുറിച്ച് മാത്രം എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ സൂചന ഞാൻ തരാം. മാഗ്നറ്റിക് പ്രൊഡക്റ്റിന് എല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ മാത്രമല്ല. തലയിൽ വെക്കുന്ന തൊപ്പിയുണ്ട്, അല്ലെ, അതിനെന്താ പറയണ, നമ്മളാ അതെ, അതുണ്ട്. നെറ്റിയിൽ കെട്ടണുണ്ട്, കണ്ണിൽ കെട്ടണുണ്ട്, അല്ലെ. പിന്നെ സ്നോറിംഗ് പാഡ് ഉണ്ട്, കഴുത്തിൽ കെട്ടണുണ്ട്, നെഞ്ചിൽ വെക്കുന്നുണ്ട്, വയറ് കുറയാനുള്ളുണ്ട്, നടുവിന് വെക്കുന്നുണ്ട്, തൊടയിൽ ചുറ്റുന്നുണ്ട്, മുട്ടുമ്മ ചുറ്റുന്നുണ്ട്, പുള്ളക്കുടത്തുമ്മ ചുറ്റുന്നുണ്ട്, കാലിനുള്ള ചെരുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ആ സകലം വരുന്നത് എല്ലാം തന്നെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറാകണം, പറയാൻ തയ്യാറാകണം. ഇതെല്ലാം ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. മോർ പവർ ഉണ്ട്, അൾട്രാ ബെറി ഉണ്ട്, ടെറോ ടെക്നോളജിയിലുള്ള അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മളെ ധനകാര്യമന്ത്രി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ജൈവ കൃഷിയിലേക്ക് മാറണം. അങ്ങനെ ജൈവ കൃഷിയിലേക്ക് മാറുന്ന കർഷകർക്ക് ഒരുപാട് സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ജൈവ കൃഷിയിലേക്ക് മാറുമ്പോൾ ടെറോ ടെക്നോളജിയാണ് ലോകത്തിന്റെ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ സാധ്യത. ടെറോ ടെക്നോളജിയിൽ കഴിഞ്ഞ 20 വർഷത്തെ ഗവേഷണ പരീക്ഷണങ്ങൾ കൊണ്ട് അതിന്റെ ഫലമാണ് ടെറോ ടെക്നോളജി എന്ന് പറയുന്നത്. അങ്ങനെ ടെറോ ടെക്നോളജിയിലുള്ള അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ ലോകത്തിൽ ആകെ കൂടി കയ്യിലുള്ളത് ഈ ബയോടൂറിസത്തിന്റെ കയ്യിലാണ്.
അത് വിറ്റഴിക്കാനുള്ള ചുമതല ഈ ബയോടൂറിസത്തിന്റെ ഫീൽഡ് സ്റ്റാഫിനാണ്. ഇന്ന് ഉത്തരേന്ത്യയിലുള്ള ഒരുപാട് കർഷകർ ടെറോ ടെക്നോളജിയിലുള്ള നമ്മളുള്ള ഈ ബയോടൂറിസത്തിന്റെ അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 50% കൂടുതൽ വിളവ് കിട്ടുന്നുണ്ട്. പോഷക സമ്പന്നമായ ഫലങ്ങളാണ് കിട്ടുന്നത്. നല്ല ഭംഗിയുള്ള ഫലങ്ങളാണ് കിട്ടുന്നത്. വളർച്ച കൂടുതലുള്ള ഫലങ്ങളാണ് കിട്ടുന്നത്. ഇതെല്ലാം തന്നെ അത് ഒട്ടും തന്നെ മാലിന്യമില്ല, വിഷമില്ലാത്ത 100% വിശ്വസനീയമായ ഫലങ്ങളാണ് കിട്ടുന്നത്. ലോകം മുഴുവൻ ടെറോ ടെക്നോളജിയിലേക്ക് മാറാൻ കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ വാതിക്കലാണ് നമ്മളുള്ളത്. ഈ ടെറോ ടെക്നോളജിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ, നമ്മളുടെ അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഫീൽഡ് സ്റ്റാഫായി നമ്മളിലൂടെ വിറ്റഴിക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ സാധ്യതകൾ എന്തുമാത്രമാണെന്ന് നിങ്ങൾ നോക്ക്. ആ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഒരു ക്ലാസ് എടുക്കണമെന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, സമയമില്ല. ഓരോരുത്തരും സ്വയം പഠിക്കാൻ തയ്യാറാകുക, അല്ലാണ്ട് നിവർത്തിയില്ല. കാരണം പരമാവധി അവസരങ്ങൾ, മീറ്റിംഗിന്റെ അവസരത്തിൽ സമയം കിട്ടണമെങ്കിൽ ഞാൻ അവസരങ്ങളെ സംബന്ധിച്ച് പറയാ. അത്രയും നല്ല ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഗീർ പശുവിന്റെ നെയ്യ്, വളരെ അപൂർവമായ ഒന്നാണ് ഗീർ പശുവിന്റെ നെയ്യ്. ഏതാണ്ട് 5000 രൂപയ്ക്ക് മേലെ വിലയുണ്ട്. കേരളത്തിലുള്ള ഒരു ഫാം ഇത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ഗീർ പശുവിന്റെ നെയ്യ് അവർ വിദേശ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അതിന് 1 കിലോത്തിന് 5000 രൂപ കൂടുതൽ വില വരുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന നെയ്യാണ്. അതിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം. ഇത് പാല് തിളപ്പിക്കുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം. അത് ഉറവൊഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അത് വെണ്ണ നെയ്യാക്കുമ്പോഴും ഒരിക്കലും ചൂട് കൂടാൻ പാടില്ല, ഇളം ചൂടിൽ കത്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പാരമ്പര്യമായിട്ട് നമ്മളെ കാരണന്മാരൊക്കെ പൊതുമ്പ് വെച്ച് കത്തിച്ചിരുന്നത്. എങ്കിലും അതിന്റെ ഗുണമേന്മ നിലനിർത്താൻ പറ്റുള്ളൂ. നെയ്ക്ക് ഗുണമേന്മ ഉണ്ടായില്ല എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അപ്പൊ നറുനെയ്യുടെ 100% ഗുണമേന്മ നിലനിർത്തിക്കൊണ്ട് പാരമ്പര്യ രീതിയിൽ ഗീർ പശുവിന്റെ നെയ്യാണ്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഗീർ പശുവിന്റെ പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഇന്ത്യൻ ജനതയോട് നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. അമ്മിഞ്ഞ പാലിനോട് ചേർന്ന ഗുണമുള്ള ഒരു പാൽ ഉൽപ്പന്നമാണ് ഗീർ പശുവിന്റെ പാൽ ഉൽപ്പന്നങ്ങൾ. അപ്പൊ അത്രയും ഗുണമേന്മയുള്ള ഗീർ പശുവിന്റെ നെയ്യ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ നെയ്യ് ഏതാണ്ട് 3250 രൂപയാണ് വരുന്നത്. 2 കിലോ നെയ്ക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ പറഞ്ഞപ്പോഴേ അത് എനിക്ക് തന്നെ ഇരട്ടി വില തരാം എന്ന് എന്നോട് പല ഫീൽഡ് സ്റ്റാഫും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗീർ പശുവിന്റെ നെയ്യ് ഉണ്ട്. പിന്നെ സോപ്പ് ഉണ്ട്, നാച്ചുറൽ സോപ്പ് ഉണ്ട്, FMCG പ്രൊഡക്റ്റ് ഉണ്ട് നമ്മളെ കയ്യിൽ. പിന്നെ ഫുഡ് സപ്ലിമെന്റ് ഒരുപാടുണ്ട്. ഈ ഫുഡ് സപ്ലിമെന്റിൽ തന്നെ 100% റിസൾട്ട് കിട്ടുന്ന, കാരണം ഫുഡ് സപ്ലിമെന്റിനെ കുറിച്ച് സാഗർ ജോഷി സാർ എറണാകുളത്ത് വന്നപ്പോൾ പറഞ്ഞത് 100% റിസൾട്ട് ഗ്യാരണ്ടി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളെ ഫുഡ് സപ്ലിമെന്റ്. അത് പ്ലാന്റ് ബേസ്ഡ് ഉൽപ്പന്നങ്ങളാണ്, ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് വേണ്ടി വരും. നമുക്കതൊക്കെ എടുക്കാം. സമയവും സന്ദർഭവും കിട്ടുന്ന രീതിയിൽ അതിന്റെ ക്ലാസ് ഒക്കെ എടുക്കാം. അത് ഞാൻ നോട്ട് ചെയ്യാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഒമേഗ 3 ഉണ്ട്. ഒമേഗ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. പിന്നെ അഡ്വാൻസ്ഡ് ഷുഗർ ബാലൻസ് ഉണ്ട്. ഇന്ന് ഷുഗർ ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അഡ്വാൻസ്ഡ് ഷുഗർ ബാലൻസിന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ട്. അഡ്വാൻസ്ഡ് ഹെൽത്തി ഹാർട്ട് ഉണ്ട്. അഡ്വാൻസ്ഡ് ലിവർ സപ്പോർട്ട് ഉണ്ട്. കോൾഡ് റിലീഫ്, ഇപ്പൊ മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജോലിക്ക് പോകാൻ പറ്റൂല. കാരണം ചുമയും തുമ്മലും ജലദോഷമായിരിക്കും എല്ലാവരുടെയും പ്രശ്നം. അതിൽ നിന്ന് മോചനം കിട്ടുന്ന കോൾഡ് റിലീഫ് ഉണ്ട്. ചൂടപ്പം പോലെ വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അതിന്റെ ഗുണമേന്മയെ നിങ്ങളൊന്ന് ബോധ്യപ്പെടണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല മെമ്പേഴ്സിനും ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ക്ലാസ് കൊടുത്തിട്ടുള്ളതാണ്. ഇതിനൊക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന മെമ്പേഴ്സാണ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ബിസിനസ്സിലേക്ക് പോകുകയുള്ളു. പിന്നെ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഉണ്ട്, സൂട്ടിങ് ഉണ്ട്, ഷർട്ടിങ് ഉണ്ട്, സാരീസ് ഉണ്ട്, ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്, ഓൾ ടൈപ്പ് ഓഫ് അണ്ടർ ഗാർമെന്റ്സ് ഉണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. അതന്നെ ഗുഹ്യ സംബന്ധമായ കറുത്ത പാടുകളും ചൊറിച്ചിലും രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ചും കൂടി മെച്ചപ്പെട്ട ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഈ ബയോടൂറിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെ ഓൾ ടൈപ്പ് ഓഫ് FMCG പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചക്കിലാട്ടിയ ആട്ടപ്പൊടി നമ്മൾ കേട്ടിട്ടുണ്ടാ. 1% പോലും ഗുണമേന്മ നഷ്ടപ്പെട്ടു പോകാത്ത ചക്കിലാട്ടിയ ആട്ടപ്പൊടി, നല്ല മുളക് പൊടി, നല്ല മഞ്ഞപ്പൊടി, നല്ല മസാലപ്പൊടി, അല്ലെ, നല്ല കറിയുപ്പ്, നല്ല എണ്ണകള് ഇന്ന് മായം ചേർത്ത എണ്ണകളാണ് നമുക്ക് കിട്ടുന്നത്. നല്ല എണ്ണകൾ, പാചക എണ്ണകൾ, 100% ശുദ്ധമായ, 100% വിശ്വസനീയമായ പാചക എണ്ണകള്. പിന്നെ പാരമ്പര്യ രീതിയിൽ ചക്കിലാട്ടിയ ഉൽപ്പന്നങ്ങൾ, ആട്ടപ്പൊടി, എല്ലാ തരത്തിലുള്ള മസാല, എല്ലാ തരത്തിലുള്ള ഇമിറ്റേഷൻ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി. വൻ സാധ്യത ഉണ്ട് അതിന്. 400% വരെ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. കാരണം ഒറിജിനലിനെ വെല്ലുന്നതാണ്.
ഒറിജിനൽ വെല്ലുന്നതാണ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഗോൾഡ് ഐറ്റംസ്. അപ്പൊ അത് വിറ്റഴിക്കാനായിട്ട് പലപ്പോഴും എല്ലാ ഫീൽഡ് സ്റ്റാഫും തയ്യാറായി. ഞാൻ ഒരു മീറ്റിംഗിൽ പറഞ്ഞപ്പോൾ ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ വിറ്റഴിക്കാത്ത പറയാം. കാരണം നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ വിറ്റഴിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇമിറ്റേഷൻ ഗോൾഡ്, ഓൾ ടൈപ്പ് ഓഫ് ഫുഡ് വെയർ, ചെരുപ്പ്. നമ്മുടെ ചെരുപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിക് ശാസ്ത്രീയമായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം കാലും വേണം നമ്മളുടെ ആ അക്യുപങ്ചറിന്റെ പ്രഷർ പോയിന്റ് ഒരുപാടുള്ളത്. ആ പ്രഷർ പോയിന്റിന് കറക്റ്റ് ആയിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ എനർജി ലെവൽ കൂടുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമ്മളെ ആരോഗ്യവാന്മാരാക്കി മാറ്റുന്നു, ആയുസ് വർദ്ധിപ്പിക്കുന്നുണ്ട്, ഓറ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, തേജസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ ആരാണ് മേടിക്കാത്തത് ഈ ഷൂവിനെ പറ്റി? ഈ ഷൂട്ടിന് നടന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ അങ്ങനെയുള്ള ഓൾ ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഫ്രെയിം. അപ്പൊ കണ്ണട ഫ്രെയിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ത് താല്പര്യം? കണ്ണട വെക്കുന്നവര് മറ്റൊരാളുടെ കണ്ണട ഫ്രെയിമിൽ നോക്കുള്ളൂ. അപ്പൊ ആയിരക്കണക്കിന് കണ്ണട ഫ്രെയിമുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനും വിൽക്കാനുള്ള ഒരു അവസരമുണ്ട്. പിന്നെ ഹോം അപ്ലയൻസ്, TV, ഫ്രിഡ്ജ്, മിക്സി, വാഷിംഗ് മെഷീൻ, TV, ഇതെല്ലാം തന്നെ നമുക്ക് വാങ്ങിക്കാനും വിൽക്കാനുള്ള അവസരമുണ്ട്. ഗിഫ്റ്റ്, ഫാഷൻ ആർട്ടിക്കൽ പ്രൊഡക്ട്സ്, ഇതെല്ലാം വാങ്ങിക്കാനും വിൽക്കാനുള്ള അവസരമുണ്ട്. ഹോം ഓഫീസ് ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ്. നമ്മൾ ഹോം അപ്ലയൻസിനെ കുറിച്ച് മാത്രമല്ല കേട്ടിട്ടുള്ളത്. ഹോം അപ്ലയൻസ് മാത്രമല്ല ഉള്ളത്, ഹോം അപ്ലയൻസ് ഉണ്ട്, ഓഫീസ് സംബന്ധമായ ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അത് സാധാരണ അതിനുവേണ്ടിയുള്ള മാർക്കറ്റ് ഇപ്പൊ നമ്മളുടെ ടൗണുകളിൽ ആയിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ബയോട്ടോറിയത്തിലൂടെ ഓഫീസ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനും വിൽക്കാനുള്ള അവസരമുണ്ട്. എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഗഡ്ജ്മെന്റ് പ്രൊഡക്റ്റ് ഉണ്ട്. ഓൾ ടൈപ്പ് ഓഫ് സാനിറ്ററി പ്രൊഡക്റ്റ് ഉണ്ട്. ഓൾ ടൈപ്പ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ലാൻഡ് പ്രൊഡക്റ്റ്. ഇപ്പൊ ഗുജറാത്തിലെ ആർക്കെങ്കിലും 5 ഏക്കർ കൃഷിസ്ഥലം വേണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിൽ 5 ഏക്കർ കൃഷിസ്ഥലം സെലക്ട് ചെയ്തിട്ട് 100% ലീഗലായിട്ട് ആ വ്യക്തി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യം നമ്മളെ സോഫ്റ്റ്വെയറിലായിട്ടുണ്ട്. അപ്പൊ ലോകത്തിൽ ഇപ്പൊ തൽക്കാലം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സ്ഥലങ്ങളും കെട്ടിടങ്ങളും വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാട്രസ് വിൽക്കുന്ന വിൽപ്പനക്കാരല്ല നമ്മളുടെ നിലവാരം എന്തുമാത്രം മാറിയെന്ന് നോക്കിയേ. MLMന്റെ ഗുണമേന്മ ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഓൾ ടൈപ്പ് ഇനി ഇതുകൊണ്ട് എല്ലാ തരത്തിലുള്ള യൂസ്ഡ് കാർ, ഉപയോഗിച്ച കാർ. നമുക്കറിയാം ഉത്തരേന്ത്യയിൽ ഒരുപാട് ഉപയോഗിച്ച കാർ കിട്ടും. പക്ഷെ 100% ലീഗൽ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാത്തത്. അപ്പൊ 100% ലീഗലായിട്ട് ഫോട്ടോ കണ്ട് അതിന്റെ മോഡൽ കണ്ട് 100% ലീഗലായിട്ട് സർട്ടിഫിക്കറ്റോടുകൂടി നമ്മളുടെ വീടിന്റെ പടിക്കിലേക്ക് യൂസ്ഡ് കാർ വാങ്ങിക്കാനായിട്ട് ഈ ബയോട്ടോറിയത്തിലൂടെ നമുക്ക് സാധിക്കും. പിന്നെ എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് വാഹനങ്ങൾ, കാരണം ഇലക്ട്രോണിക് വാഹനങ്ങളിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ബൈക്ക് ആണെങ്കിലും കാർ ആണെങ്കിലും ഈ ബയോട്ടോറിയത്തിലൂടെ വാങ്ങാനും വിൽക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സോഫ്റ്റ്വെയർ വാങ്ങാനും വിൽക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾ ടൈപ്പ് ഓഫ് ബാഗുകൾ, ലഗേജുകൾ വാങ്ങാനും വിൽക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഓൾ ടൈപ്പ് ഓഫ് പെറ്റ്സ് പ്രൊഡക്ട്സ് വാങ്ങാനും വിൽക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഓൾ ടൈപ്പ് ഓഫ് ടോയ്സ്, ഗെയിംസ് പ്രൊഡക്റ്റ് വാങ്ങാനും വിൽക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഓൾ ടൈപ്പ് ഓഫ് ഓട്ടോമൊബൈൽ പ്രൊഡക്റ്റ് വാങ്ങാനും വിൽക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഓൾ ടൈപ്പ് ഓഫ് ബുക്സ് വാങ്ങാനും വിൽക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ സാധ്യത വളരെ വലുതാണ് കേട്ടോ. ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും വാങ്ങാനും വിൽക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി എന്താ കച്ചവടം, തകൃതിയായിട്ട് കച്ചവടം. ഇതൊക്കെ പഠിച്ചുകൊണ്ടായിട്ട് ഇറങ്ങിയാലുണ്ടല്ല എന്തോരം കച്ചവടം നടത്തേണ്ടത്. പിന്നെ ഓൾ ടൈപ്പ് ഓഫ് മൊബൈൽ ആക്സറീസ്, ഓൾ ടൈപ്പ് ഓഫ് ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ പ്രൊഡക്ട്സ്, ഓൾ ടൈപ്പ് ഓഫ് ലക്ഷറി ബ്യൂട്ടി പ്രൊഡക്റ്റ്, ഓൾ ടൈപ്പ് ഓഫ് ബേബി പ്രൊഡക്റ്റ്. ഈ കിട്ടിയിരിക്കുന്ന അനുകൂല സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം അനുകൂല സാഹചര്യങ്ങൾ നമുക്ക് കിട്ടിയത്. അപ്പൊ ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണി 7 ആയല്ലോ. കുറച്ചു നേരം കൊണ്ടെന്ന് പറഞ്ഞേക്കാം. 7 മണിയായി സാറേ. 7 മണിയായല്ല സാറേ. സാറേ പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ പ്ലീസ്. 10 മിനിറ്റ് കൊണ്ട് എടുത്തോട്ടെ. ഓക്കെ, യു ആർ വെൽക്കം. ആളുകൾ 10 മിനിറ്റ് കൊണ്ട് ഞാൻ എടുക്കുകയാണ്. 168 മെമ്പേഴ്സ് ഉണ്ട്. ഒരു 10 മിനിറ്റ് കൂടി വേഗം നിർത്തിയേക്കാം. എല്ലാവരും ഫീൽഡിൽ പോകാൻ തിരക്കിലാണ്. 10 മിനിറ്റ് അവിടെ തന്നെ നിർത്തിയേക്കാം. അപ്പൊ നമുക്ക് ഒരുപാട് സാധ്യതകളിലൂടെ നമ്മൾ കടന്നു പോകണേണ്. MLA കടന്നു പോകണേണ്. അപ്പൊ ഇതിൽ നമുക്ക് പ്രവർത്തിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് നിർത്താം. ആ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്പനി ഇപ്പൊ നമുക്ക് 2-3 രീതിയിലുള്ള വരുമാനം തരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അവയർനെസ് ബോണസ് ആണ്. ഈ അവയർനെസ് ബോണസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 PV-ക്ക് 10 രൂപ കിട്ടുന്നുണ്ട്. 10 PV മാച്ച് ചെയ്യുമ്പോൾ 100 രൂപ കിട്ടുന്നുണ്ട്. 100 PV മാച്ച് ചെയ്യുമ്പോൾ 1000 രൂപ കിട്ടുന്നുണ്ട്.
50 PV, 10 PV, അങ്ങനെയുള്ള 100 PV എന്നുള്ള 200 PV എന്നുള്ള രീതിയിൽ നമ്മളെ പ്രൊഡക്റ്റുകൾക്ക് PV തന്നിട്ടുണ്ട്. നമ്മൾ ഉൽപ്പന്നങ്ങൾ നമ്മൾ നേരിട്ട് വിൽക്കുകയോ നമ്മൾ ടീമിൽ വിൽക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു വരുമാനം കിട്ടുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരുടെ സർക്കിളിലുള്ള വ്യക്തിബന്ധങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തുക. ഒരാൾ 2 മെമ്പേഴ്സിന് മാത്രം കൊണ്ടുവരാൻ കമ്പനി പറയുന്നുണ്ട്. കാരണം ബൈനറി പ്ലാൻ ആണ്. അപ്പോൾ ഓരോ മെമ്പേഴ്സും ഇടതും വലുതായിട്ട് 2 ഓർഗനൈസേഷനിലൂടെ മുന്നോട്ട് പോകുക. അപ്പൊ നമ്മൾ 2 മെമ്പർ ഓരോരുത്തരും അവരുടെ സർക്കിളിൽ നിന്ന് 2 ബിസിനസ് മാത്രം ചെയ്താൽ മതി. നമുക്കൊരു ID നമ്പർ തരുന്നുണ്ട്. ആ ID നമ്പറിൽ 2 പേരെ സ്പോൺസർ ചെയ്യും. ഇതാണ് കമ്പനി പറയുന്നത്. അപ്പൊ ആദ്യം 100 PV 50 PV എന്നുള്ള രീതിയിൽ മാച്ച് ചെയ്യുമ്പോൾ വെൽക്കം ബോണസ് എന്നുള്ള രീതിയിൽ 500 രൂപ തരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതിന് വരുമാനം കുറവാണ്, ചെയ്യിക്കുന്നതിനാണ് വരുമാനം കൂടുതലുള്ളത്. അതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പ്രത്യേകത. നമ്മൾ 2 പേര് വരുന്നുണ്ട്. ആ 2 പേരിലൂടെ 4 ആകുമ്പോഴും 8 ആകുമ്പോഴും 16 ആകുമ്പോഴും 32 ആകുമ്പോഴും 64 ആകുമ്പോഴാണ് നമുക്ക് അധിക വരുമാനം കിട്ടുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലായിട്ട് അത് സംഭവിക്കുന്നുണ്ട്. അതിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് സൗത്ത് ഇന്ത്യൻ ടീം തയ്യാറാണ്. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യൻ ടീം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ ടീമായിട്ട് വളരുന്നത്. അപ്പൊ ഇവിടെ ഈ രീതിയിൽ നമ്മളോ നമ്മളുടെ ടീം മെമ്പേഴ്സോ PV കൊണ്ടുവരുമ്പോൾ 100 PV മാച്ച് ചെയ്യുമ്പോൾ 1000 നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഒരു സൈക്ലിങ്ങിൽ ഒരു ദിവസം 2 സൈക്ലിംഗ് ഉണ്ട്. 2 പ്രാവശ്യം നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഒരു സൈക്ലിങ്ങിൽ 1000 PV മാച്ച് ചെയ്യുമ്പോൾ 10,000 രൂപ വരുമാനം മാക്സിമം കിട്ടുന്ന അവയർനെസ് ബോണസ് അതാണ്. അപ്പൊ ഒരു ദിവസം 2 പ്രാവശ്യമായിട്ട് 20,000 രൂപ വരുമാനം നമുക്ക് കിട്ടുന്നു. ഒരു ദിവസം 20,000 രൂപ വരുമാനം എന്ന് പറഞ്ഞാൽ 10 ദിവസത്തെ വരുമാനം 2 ലക്ഷം രൂപ. ഒരു മാസത്തെ വരുമാനം അവയർനെസ് ബോണസ് മാത്രം 6 ലക്ഷം രൂപ. ഒരു വർഷത്തെ അവയർനെസ് ബോണസ് മാത്രം 72 ലക്ഷം രൂപ. ഞാനിത് പറയുന്നത് പല മെമ്പേഴ്സും ഫാമിലി ബോണസ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ ഫാമിലി ബോണസ് കിട്ടിയില്ലെങ്കിൽ ഞാനില്ല എന്നാ പറയുന്നത്. പക്ഷേ അവയർനെസ് ബോണസ് മാത്രം ശ്രദ്ധിച്ച് വർക്ക് ചെയ്താൽ പോലും ഒരു വർഷം കിട്ടുന്ന ഒരു സൈറ്റിൽ കിട്ടുന്ന വരുമാനം 72 ലക്ഷം രൂപയാണ് പ്രിയപ്പെട്ടവരെ. 72 ലക്ഷം രൂപ. ഇനി ഫാമിലി ബോണസ് എടുക്കുക. ഫാമിലി ബോണസ് അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഈ വൈറ്റത്തിന്റെ ഹൈലൈറ്റ് ഫാമിലി ബോണസ് ആണ്. എല്ലാവരും ഫാമിലി ബോണസ് വിൻ ചെയ്ത് പോണം. കാരണം 100 PV മാച്ച് ചെയ്യുമ്പോൾ 7,750 രൂപ കിട്ടുന്നത്. 1000 രൂപ അവയർനെസ് ബോണസ് പ്ലസ് 6,750 രൂപ ഫാമിലി ബോണസ് 100 PV മാച്ച് ചെയ്യുമ്പോൾ. ലോകത്തിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനും കൊടുക്കാത്തൊരു സൗകര്യമാണ് സാഗർ ജോഷി സാർ തന്നിട്ടുള്ളത്. 100 PV മാച്ച് ചെയ്യുമ്പോൾ 7,750. ഒരു കമ്പനിക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കില്ല. ഒരു കമ്പനി നമ്മളുടെ അടുത്ത് എത്തില്ല. ഏതെങ്കിലും ഒരു കമ്പനി ഈ അടിസ്ഥാന സൗകര്യത്തിലേക്ക്, ഞാൻ പറഞ്ഞ ഈ അടിസ്ഥാന സൗകര്യത്തിലേക്ക് എത്ര വമ്പൻ കമ്പനിക്ക് വരാനായിട്ട് 3 കൊല്ലം വേണ്ടി വരും. പക്ഷെ 3 കൊല്ലം കഴിയുമ്പോൾ ഈ ബൈഡറി ഇവിടെ എത്തിയിട്ടുണ്ടാവും. ചിന്തിക്കാൻ പറ്റൂല. ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് ഈ ബൈഡറത്തിൽ വന്ന വളർച്ചയാണത്. അന്ന് കണ്ട ഈ ബൈഡറി അല്ല ഇന്ന്. അന്ന് നമ്മൾ കണ്ടത് ഒരു കൗമാര പ്രായത്തിലുള്ള ഒരു ഈ ബൈഡറത്തിൽ കണ്ടത്. കൗമാര പ്രായത്തിന് പ്രത്യേകം എന്താണ്? മൂക്കൊലിപ്പിച്ച് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. ഒരു 10-13 വയസ്സിലേ. പക്ഷെ ഒരു 18 വയസ്സാകുമ്പോഴാ മുട്ടിയൊക്കെ വളർന്ന് അല്ലെ, ആ വിശാലമായ നെറ്റി, ആ പനങ്കുല പോലുള്ള കാർകൂന്തലി, താമരപ്പൂ പോലുള്ള കണ്ണുകള്, എള്ളിൻ പൂ പോലുള്ള മൂക്ക്, തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ട്, ശംഖ് പോലുള്ള കഴുത്ത്, ആലില പോലുള്ള വയറ്, ഉയർന്ന മാറിടം, ഉയർന്ന നിതംബം. എന്താ സുന്ദരി! ആ രീതിയിലുള്ള സുന്ദരിയായിട്ട് ഇന്നിപ്പോ ഈ വൈറ്റോറിയം മാറി. ഇനി ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലാ. അപ്പൊ ഈ വൈറ്റോറിയത്തിന് ഒപ്പത്താനായിട്ട് ഒരു പ്രസ്ഥാനത്തിന് സാധിക്കില്ല. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത്, പ്രിയ സഹപ്രവർത്തകരെ, ഒരു മാസത്തിൽ ഒരു ഫാമിലി ബോണസ് വിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ 7,750 രൂപയാണ് നിങ്ങളുടെ വരുമാനം. ഇന്നൊരു സെയിൽസ് ഗേളിന് കിട്ടുന്ന ശമ്പളം 6,000 രൂപ 8,000 രൂപ അടക്കാണ്. എത്ര ദിവസം ജോലി ചെയ്യണം, എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരൊറ്റ ഫാമിലി ബോണസ് ഒരു മാസം 7,750 രൂപ. ഇനി ഒരു മാസം 2 ഫാമിലി ബോണസ് കിട്ടണമെങ്കിലാ 15,500 രൂപ. ഇന്ന് ഉന്നത ഡിഗ്രിയുള്ള മെമ്പേഴ്സ് ഈ വൈറ്റ് കോളർ ജോബായിട്ട് പോകുമ്പോൾ 15,000 താഴെ ശമ്പളം കിട്ടുന്നുള്ളു. നിങ്ങൾ ഏതൊരു വ്യക്തിയോട് ചോദിച്ചു നോക്ക്, അവർക്ക് 15,000 താഴെ ശമ്പളമുള്ളു. ഇവിടെ 2 ഫാമിലി ബോണസ് വിൻ ചെയ്താല് 15,500 രൂപ. ഇനി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് നിങ്ങൾ പറയേണ്ടത്, ഒരു മാസം 4 ഫാമിലി ബോണസ് വിൻ ചെയ്താല് 31,000 രൂപ. ആർക്കും 31,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ഈ ബയോട്ടോറിയത്തിൽ ഒരു ഫീൽഡ് സ്റ്റാഫ് കടന്നു വന്ന് 1-2 മാസങ്ങൾ പിന്നിട്ട് ഒരു മാസം 4 ഫാമിലി ബോണസ് വിൻ ചെയ്ത 31,000 രൂപ ശമ്പളം. 13 ഫാമിലി ബോണസ് വിൻ ചെയ്യാൻ ഒരു വ്യക്തിക്ക് സാധിച്ചാൽ 1 ലക്ഷം രൂപ അവന്റെ പ്രതിമാസ വരുമാനം. വെറും 13 ഫാമിലി ബോണസ് മാത്രം. 3 ജോഡി മെമ്പേഴ്സ് അവന്റെ ടീമിൽ തയ്യാറായാൽ മതി. ആ 3 ജോഡി മെമ്പേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. ആയിരക്കണക്കിന് മെമ്പേഴ്സ് വേണ്ട. അവന്റെ വരുമാനം മാസം 1 ലക്ഷം രൂപ.
ഇനി 65 ഫാമിലി ബോണസ് വിൻ ചെയ്താൽ അവന് കിട്ടുന്ന വരുമാനം 5 ലക്ഷം രൂപ. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്തിനായി ഈ ആൾക്കാർ മുഴുവൻ ആത്മഹത്യ ചെയ്യുന്നത്? അവന്റെ കടബാധ്യത 4 ലക്ഷം രൂപ താഴെയുള്ളു, 5 ലക്ഷം രൂപ താഴെയുള്ളു. അപ്പൊ 5 ലക്ഷം രൂപ താഴെ കടബാധ്യതയുള്ള മെമ്പേഴ്സ് ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വലിയ വരുമാനമാണത്. അപ്പൊ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കടബാധ്യതയുള്ള മെമ്പേഴ്സിനോട് പറയുക 65 ഫാമിലി ബോണസ്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. 65 ഫാമിലി ബോണസ്. ഒരു മാസം കമ്പനി തരുന്ന ഫാമിലി ബോണസ് 60 എണ്ണമാണ്. 60 ഫാമിലി ബോണസ് ഒരു മാസം. 65 ഫാമിലി ബോണസ് വിൻ ചെയ്താൽ കിട്ടുന്ന വരുമാനം 5 ലക്ഷം രൂപ. 130 ഫാമിലി ബോണസ് വിൻ ചെയ്താൽ കിട്ടുന്ന വരുമാനം 10 ലക്ഷം രൂപ. 1300 ഫാമിലി ബോണസ് വിൻ ചെയ്താൽ കിട്ടുന്ന വരുമാനം 1 കോടി രൂപ. 1 കോടി രൂപ. ഇതാണ് ഈ ബയോട്ടോ. റീപർച്ചേസ് ഇൻകം പറയാൻ സമയമില്ല റീപർച്ചേസ് ഇൻകം. അപ്പൊ ഇത്രയും സാധ്യത ലോകത്തെവിടെയുണ്ട്? ഒരു സാധാരണക്കാരന് അസാധാരണക്കാരനാകാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ ബയോട്ടോറിയം. തുടങ്ങിയിട്ടുള്ള വടി വെട്ടിയിട്ടുള്ള അടി തുടങ്ങാൻ വേണ്ടിയുള്ളു. നിങ്ങളുടെ ബെന്നി സാർ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, വടി വെട്ടിയിട്ടുള്ള അടി തുടങ്ങാൻ വേണ്ടിയുള്ളട്ടാ. വരുന്നുള്ളൂ ഇവിടെ. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫീനിക്സ് പക്ഷിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചാരത്തിൽ നിന്ന് ഉയർന്നിട്ട ഫീനിക്സ് പക്ഷി. ജപ്പാനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. കാരണം ജപ്പാൻ തകർന്ന് തരിപ്പണമായി പോയി. ചാരത്തിൽ നിന്ന് ഉയർന്നിട്ട ഫീനിക്സ് പക്ഷിയാണ്. അതോട് പറയട്ടെ, നിർത്തിയേക്കാം. ഗ്ലെൻസിങ് കന്നിംഗ്ഹാം എന്നാണ് പേര്. അതിന് നമുക്കിപ്പോ ഗ്ലെൻ എന്ന് മാത്രം വിളിക്കാം. ഗ്ലെൻ 1909 അമേരിക്കയിലെ കാൻസായിലാണ് ജനനം. 1909, 100 കൊല്ലത്തിന് മുമ്പ് അമേരിക്കയിലെ കാൻസായിലാണ് ജനനം. അപ്പൊ അവിടെ ഭയങ്കര തണുപ്പാണ്. ക്ലാസ് റൂമിൽ ഇരിക്കണമെങ്കിൽ കൽക്കരി സ്റ്റൗ കത്തിച്ചു വെച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റും. അത്രയും വലിയ തണുപ്പാണ്. അപ്പൊ അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. വലിയ തണുപ്പാണ്. അപ്പൊ ഇവൻ നല്ല ചുറിയുറുക്കുള്ള നല്ല മിടുക്കനായ കുട്ടിയാണ് ഗ്ലെൻ. അപ്പൊ ഗ്ലെന്നാണ് ക്ലാസ്സിലെ മോണിറ്റർ. അപ്പൊ ഗ്ലെന്നോട് അധ്യാപകർ പറഞ്ഞ്, ക്ലാസ് റൂം 10 മണിക്കാണ് ആരംഭിക്കുന്നത്, നീ 9:30 മണിക്ക് തന്നെ ക്ലാസ്സിൽ വരണം, എന്നിട്ട് ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ചൂടാക്കി നിർത്തണം. അപ്പൊ ഗ്ലെൻ അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവൻ സന്തോഷത്തോടുകൂടി 9:30 മണിക്ക് തന്നെ ക്ലാസ് റൂമിൽ വരും. അങ്ങനെ ക്ലാസ് റൂമിൽ വന്ന് അവൻ മണ്ണെണ്ണ ഒഴിച്ച് ആണ് ഈ കൽക്കരിക്ക് തീ കൊടുക്കുന്നത്. ഒരു ദിവസം ക്ലാസ് റൂമിലുള്ള ഏതോ ഒരു മണ്ടൻ കുട്ടി ഈ മണ്ണെണ്ണയിൽ ഗ്യാസ്ലിൻ എന്ന് പറയുന്ന ദ്രാവകം ഒഴിച്ചു വെച്ചു. പെട്ടെന്ന് കത്തിപിടിക്കുന്ന ഒരു ദ്രാവകമാണ്. ഇതറിയാതെ അന്ന് നിർഭാഗ്യവശാൽ അവന്റെ ജ്യേഷ്ഠൻ സഹോദരനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ ഗ്യാസ്ലിൻ കലർന്ന മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് തീ ആളിക്കത്തി. പെട്ടെന്ന് തന്നെ ആ ക്ലാസ് റൂം മുഴുവൻ തീയായി. മറ്റധ്യാപകരും കുട്ടികളും വന്നപ്പോൾ ആ ക്ലാസ് റൂം മുഴുവൻ തീയിൽ കത്തി അമർന്നിരിക്കുകയാണ്. ജ്യേഷ്ഠൻ ഓൺ ദ സ്പോട്ടിൽ മരിച്ചുപോയി. ഗ്ലെന്നിനെയും കൊണ്ട് ആംബുലൻസ് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ചെറിപ്പാഞ്ഞ്. മിക്കവാറും അരക്ക് കീഴ്പോട്ട് കത്തി നശിച്ചു പോയി. ഒരുപാട് ദിവസങ്ങളിൽ അവന് വേണ്ട ശുശ്രൂഷകൾ കൊടുത്ത് അവന്റെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷെ കാലിന് കീഴ്പോട്ടുള്ള ഭാഗം മുഴുവൻ കത്തിക്കരിഞ്ഞു പോയി. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അവന്റെ ജീവിതത്തിൽ അതൊരു ഭാരമായിട്ട് മാറും. അത് മുറിച്ചു മാറ്റാമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ മൂത്ത മകനെ നഷ്ടപ്പെട്ട് ആകെ ഒരു ജീവച്ഛവമായ ഒരു മകൻ മാത്രമുള്ള കിണർ ജോലിക്കാരനായ അവന്റെ പിതാവും വീട്ടമ്മയായ മാതാവും പറഞ്ഞ്, വേണ്ട, അവന്റെ കാല് അവന്റെ കൂടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് കിടപ്പ്. പക്ഷെ ആ കിടപ്പിൽ അവൻ കാലനക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നടത്തി. കാലനങ്ങുന്നില്ല. മാതാപിതാക്കളെ ഒഴിവ് കിട്ടുന്ന സമയം മുഴുവൻ അവന്റെ കാല് തടയി കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറെ നാളുകൾ പിന്നിട്ടപ്പോൾ അവന്റെ കാലിന് ചെറിയൊരു ചലനം വന്നു. അവൻ ആ കാലിനെ വീണ്ടും വീണ്ടും ചലിപ്പിക്കാനുള്ള ശ്രമം നടത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്വയം എഴുന്നേറ്റിരിക്കാമെന്നായി. മാതാപിതാക്കളുടെ സഹായത്തോടെ ഒരു കസേരയിൽ എഴുന്നേറ്റിരിപ്പിച്ച് കാല് പയ്യെ അവൻ ആട്ടാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളുടെ രണ്ടുപേരുടെയും തോളയിൽ കൈയിട്ടുകൊണ്ട് അവൻ പയ്യെ നടക്കാമെന്നുള്ളൊരു സാഹചര്യം വന്നു. ഒറ്റക്ക് നടക്കാമെന്നുള്ളൊരു സാഹചര്യം വന്നു. ആ ഒരു സാഹചര്യത്തിൽ ഗ്ലെൻ അവന്റെ പ്രിയപ്പെട്ട സ്കൂളിലേക്ക് തിരിച്ചെത്തുകയാണ്. ആ സ്കൂളിൽ അന്നൊരു മഹോത്സവമായിരുന്നു. കാരണം അവരുടെ പ്രിയപ്പെട്ട ഗ്ലെൻ ആ സ്കൂളിൽ തിരിച്ചെത്തി. സുഹൃത്തുക്കളെ, കഥ ഇവിടുന്ന് തീരുന്നില്ല. കഥ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. അവൻ ക്ലാസ്സിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ്
അവൻ ഡിഗ്രി എടുക്കാനായിട്ട് കോളേജിലേക്ക് എത്തി. കോളേജിലെത്തി കഴിഞ്ഞപ്പോഴേക്കും സമാന സ്വഭാവക്കാരായ ഓട്ടത്തിൽ താല്പര്യമുള്ള ഒരു ടീമിനെ അവൻ സംഘടിപ്പിച്ച് ഓട്ട മത്സരം ആരംഭിച്ച്, കത്തിക്കരിഞ്ഞ കാല് വെച്ചുകൊണ്ട് അവൻ ഓട്ട മത്സരം ആരംഭിച്ച് 800 മീറ്റർ 1500 മീറ്റർ ഓട്ടത്തിൽ മെഡലുകൾ വാരിക്കുട്ടി 1933 അമേരിക്കയിലെ ഏറ്റവും നല്ല അത്ലറ്റിക്കിലുള്ള അവാർഡ് കരസ്ഥമാക്കി ടാൻസാനിയയിലെ പറക്കം തളിക എന്നുള്ള പേര് അവൻ സമ്പാദിച്ചു. ഒരു സമയത്ത് കത്തിക്കരിഞ്ഞ കാലുകൾ വെച്ചുകൊണ്ടാണ് ലോകത്തിന് മുന്നിൽ ഈ അത്ഭുതങ്ങൾ കാണിച്ചത്. ഗ്ലെൻ പറയുന്നത് ഉരുകിപ്പോകാത്തൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. ഉരുകിപ്പോകാത്തൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. കത്തിക്കരിഞ്ഞ തീയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫീനിക്സ് പക്ഷിയാകാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് ബയോട്ടോറി. ഒറ്റവാക്കില് താങ്ക് യു പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല സാറേ. സാധാരണ ഒരു മീറ്റിങ്ങുകളിൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ നമ്മൾ നോട്ട് ചെയ്തെടുക്കുക എന്ന് പറയാറുണ്ട്. ഇന്ന് പറഞ്ഞില്ലെങ്കിലും എല്ലാവരും നോട്ട് ചെയ്തെടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ നോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഒരു മഹാഗ്രന്ഥത്തിലെന്ന പോലെ നമ്മുടെ ആരോഗ്യം എന്ന വിഷയത്തിൽ തുടങ്ങി ഈ ബയോട്ടോറിയം, അതിന്റെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ, അതിന്റെ മറ്റു പ്രോഡക്റ്റുകൾ, അത് കഴിഞ്ഞ് MLM-ന്റെ ചരിത്ര പ്രാധാന്യം, അതിന് ഗവൺമെന്റ് നൽകുന്ന എന്താ പറയാ നിയമപരിരക്ഷ, അത് കഴിഞ്ഞ് ഈ നമ്മളുടെ മാർക്കറ്റിംഗ് പ്ലാൻ, കംപ്ലീറ്റ് സമൂലമായിട്ട് ഈ ബയോട്ടോറിയത്തെ കുറിച്ചും MLM-നെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞു. അതിനെപ്പറ്റി വിശദീകരിക്കാൻ വാക്കുകളില്ല, അപാരം. ഏതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ജനങ്ങൾ ആരും പോയിട്ടുമില്ല. സാറ് ബോറടി എന്നല്ല, കേട്ടു മതിയായില്ല. ഇനി ഞാൻ നമ്മുടെ പ്രിയങ്കരനായ മനോജ് സാറിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓവർ ടു യു സർ. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്നത്തെ ദിവസം വളരെ നമുക്ക് സന്തോഷം നിറഞ്ഞ ദിവസമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MBR സാർ, രാമേന്ദ്രൻ സാർ ഫ്രം ഞാറക്കൽ, എറണാകുളം സ്വദേശിയാണ്. നമ്മളെപ്പോഴും വളരെ ആകാംക്ഷയോടെ ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് രാമേന്ദ്രൻ സാറിന്റെ. എവിടെയെങ്കിലും രാമേന്ദ്രൻ സാറിന്റെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആ ലിങ്ക് ഷെയർ ചെയ്യുകയും ആ പ്രോഗ്രാം പൂർണ്ണമായും കേൾക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളെ കേരളത്തിൽ ബയോട്ടോറിയത്തിലുള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സാർ ഇടക്കിടക്ക് വന്നിട്ട് നമ്മുടെ ടീമിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചുകൊണ്ട് നന്നായിട്ട്, ഇന്നത്തെ പ്രോഗ്രാം എക്സലന്റ് ആയിരുന്നു. ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി പ്രോഗ്രാമാണ് ഇന്ന് രാമേന്ദ്രൻ സാറ് ചെയ്തു തന്നത്. അതിനുള്ള ഞങ്ങളുടെ മൊത്തം ടീമിന്റെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തരും